Lighter to Lighten Marthoma Study Forum. മാർത്തോമാ സ്റ്റഡി ഫോറത്തിന്റെ 201ാമത് തുടർച്ചയായുള്ള വെബിനാറാണ് ഇന്നിപ്പോൾ ഇവിടെ സമാരംഭിക്കുന്നത്. ഇന്നത്തെ വെബിനാറിന്റെ പ്രാരംഭ പ്രാർത്ഥനയ്ക്കായിട്ട് കൊടമനേട്ടയിലുള്ള ജോസ് തോമസ് സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. സാറ് യൂണിയൻ ക്രിസ്ത്യൻ ഇവാഞ്ചലിസ്റ്റ് അസോസിയേഷൻ അതിന്റെ നാഷണൽ ലീഡറായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പോൾ UESI എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ നാഷണൽ ലീഡറാണ്. സാറിനോട് നമ്മൾ പ്രാർത്ഥിക്കാൻ റിക്വസ്റ്റ് ചെയ്യുകയും സാറ് സമ്മതിക്കുകയും ചെയ്യുക എന്നതാണ്. സാറ് നമ്മുടെ ഒരു സ്ഥിരം സഹചാരിയാണ്, എല്ലാ ആവശ്യങ്ങളിലും കൂടെ നിൽക്കുന്ന ആളാണ്. ജോസഫ് സാറിനെ പ്രാർത്ഥനയ്ക്കായി ക്ഷണിച്ചുകൊള്ളുന്നു. കേൾക്കാമോ? കേൾക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, വെബിനാറായിട്ട് ഞങ്ങൾ ഒന്നിച്ച് കൂടി വന്നിരിക്കുന്നതായിട്ടുള്ള ഈ സമയത്ത് അവിടുത്തെ സാന്നിധ്യത്തിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വിഷയം അവതരിപ്പിക്കുന്ന ഞങ്ങളുടെ കോശിമത്ത സാറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കേൾവിക്കാരായിട്ട് ഞങ്ങളെയും നിരക്കരങ്ങൾ സമർപ്പിക്കുന്നു. അതുപോലെ വേണ്ടതായിട്ടുള്ള രീതിയിൽ റെസ്പോണ്ട് ചെയ്യാനും ക്വസ്റ്റ്യൻസ് ചോദിക്കാനോ ആൻസേഴ്സ് കിട്ടാനോ ഒക്കെ ഞങ്ങളെ സഹായിക്കണമേ. സുറിയാനി ക്രിസ്ത്യാനി കേരളത്തിലെ ഞങ്ങളുടെ സംസ്കാരത്തെ പറ്റിയുള്ള ചരിത്രത്തിന്റെ അവലോകനം നടത്തുമ്പോൾ അതിന്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കി ഞങ്ങളുടെ ജീവിതത്തിൽ വേണ്ടതായിട്ടുള്ള ചേഞ്ചസ് വരുവാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആനുകാലിക പ്രസക്തമായ രീതിയിൽ കർത്താവെ പ്രശ്നങ്ങളോട് പ്രതികരിക്കാനും ഒക്കെ ഞങ്ങളെ സഹായിക്കണം. അത്തരത്തിൽ ഞങ്ങളുടെ ജീവിതചര്യകളൊക്കെ ക്രമപ്പെടുത്തുവാൻ തക്കവണ്ണം ഞങ്ങളുടെ വെബിനാർ മൂലം ഇടയാക്കണം. അത് മാത്രമല്ല കർത്താവെ, ഞങ്ങളിങ്ങനെ പഠിക്കുന്നത് മൂലം കേൾക്കുന്നത് മൂലം ഞങ്ങൾക്കും ഞങ്ങളുടെ സമൂഹത്തിനും ഞങ്ങളുടെ സഭയ്ക്കും ഒക്കെ വ്യത്യാസങ്ങൾ വരുവാൻ തക്കവണ്ണം ഇടയാക്കണമേ. കർത്താവ് ആദ്യ അവസാനം അവിടുത്തെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കുകയും സഹായിക്കുകയും ചെയ്യണം. പ്രത്യേകമായിട്ട് ടെക്നിക്കൽ കാര്യങ്ങളെല്ലാം നിന്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. ഇലക്ട്രിസിറ്റി, അതുപോലെ നെറ്റ്വർക്ക്, എല്ലാ കാര്യങ്ങളെയും ഞങ്ങൾ നിന്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. മറ്റേതായിട്ടുള്ള പ്രയാസങ്ങൾ പല സ്ഥലങ്ങളിലുണ്ടല്ലോ, നെറ്റ്വർക്കിന്റെ പ്രയാസങ്ങൾ പല സ്ഥലങ്ങളിലുണ്ടല്ലോ. എന്നാൽ അതിൽ നിന്നൊക്കെ ഞങ്ങളെ വിടുവിച്ച് ഇന്നത്തെ വെബിനാർ വളരെ അനുഗ്രഹമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണം. പ്രാർത്ഥന എല്ലാം ശ്രദ്ധ വെച്ച് കേട്ടതിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. കർത്താവിൽ പ്രിയരെ, തുടർച്ചയായിട്ട് 200 വെബിനാർ നടത്തുവാൻ ദൈവം തുണ ചെയ്തു. കഴിഞ്ഞ ശനിയാഴ്ച അഭിയന്യ തീത്തോസ് മാർ എപ്പിസ്കോപ്പായ അഭിയന്യ തോമസ് മാർ തീത്തോസ് എപ്പിസ്കോപ്പായുടെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന്റെ മുഖ്യ പ്രഭാഷണത്തിൽ തന്നെ നമുക്ക് 200ാമത്തെ വെബിനാർ നടത്തുവാൻ ദൈവം കൃപ ചെയ്തതിനും സന്തോഷം അറിയിക്കുന്നു. ദൈവത്തിനെ സ്തുതിക്കുന്നു. ഈ ദിവസം ഇന്നത്തെ വെബിനാർ നമ്മുടെ 201ാമത്തെ വെബിനാർ. ഇന്നത്തെ വെബിനാർ മോഡറേറ്റ് ചെയ്യുന്നത് ലൈറ്റർ ടു ലൈറ്റൺ മാർത്തോമാ സ്റ്റഡി ഫോറത്തിന്റെ അഡ്മിന്മാരിൽ ഒരാളായ ജേക്കബ് മാത്യു സാറാണ്. ജേക്കബ് മാത്യു സാറ് ഇതുവരെ മുഖ്യധാരയിലോട്ട് പ്രവേശിച്ചിട്ടില്ല. സാർ എന്നാൽ എന്നും മിക്കവാറും സമയങ്ങളിൽ നമുക്ക് ടെക്നിക്കൽ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കുന്ന ആളാണ്. സാറ് എറണാകുളം എളംകുളം യെരുശലേം മാർത്തോമാ ഇടവക അംഗമാണ്. നേരത്തെ വർഷങ്ങളായിട്ട് മുമ്പ് ഈ താന ഇടവകയുടെ അംഗമായിരുന്നു. അന്നു മുതലുള്ള സൗഹൃദമുണ്ട് ഞങ്ങൾക്ക്. സാറിനെ ഇന്നത്തെ യോഗം മോഡറേറ്റ് ചെയ്യുവാനായിട്ട് ഹാർദവമായി ക്ഷണിച്ചുകൊള്ളുന്നു. ഏവർക്കും സ്വാഗതം. പ്രിയരെ, 25/5/2024 ശനിയാഴ്ച, അതായത് ഇന്ന് രാത്രി 8:30 മണിക്കുള്ള ലൈറ്റർ ടു ലൈറ്റൺ മാർത്തോമാ സ്റ്റഡി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന 201ാമത് സൂം മീറ്റിംഗ് ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിലെ ഹിസ്റ്ററി വിഭാഗം മേധാവി ഡോക്ടർ കോശി മത്തായിയാണ് പ്രഭാഷണം നടത്തുന്നത്. നമ്മുടെ ഇന്നത്തെ വിഷയം കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനി സംസ്കാരം
ഒരു ചരിത്ര അവലോകനം എന്നുള്ളതാണ്. എ ഹിസ്റ്റോറിക്കൽ റെട്രോസ്പെക്ഷൻ ഓഫ് സിറിയൻ ക്രിസ്ത്യൻ കൾച്ചർ ഇൻ കേരള. ഡോക്ടർ കോശി മത്തായിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മാർത്തോമ യുവജന സഖ്യത്തിലൂടെ നേതൃത്വത്തിലേക്ക് കടന്നു വന്ന ഡോക്ടർ കോശി മത്തായി മാർത്തോമ യുവജന സഖ്യം കേന്ദ്ര ട്രഷറർ ആയി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ മാർത്തോമ സഭയുടെ വൈദിക സെലക്ഷൻ ബോർഡ് അംഗമായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നു. ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസന സൺഡേ സ്കൂൾ സെക്രട്ടറി ആയിട്ടും അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജ് ഹിസ്റ്ററി വിഭാഗം മേധാവിയായിട്ട് സേവനം അനുഷ്ഠിക്കുന്ന ഡോക്ടർ കോശി മത്തായി നേരത്തെ മാർത്തോമ സഭാ കൗൺസിൽ അംഗമായിരുന്നപ്പോൾ വളരെ ശ്രദ്ധേയമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത തൻ്റെ നിലപാടുകളിൽ അദ്ദേഹം ഉറച്ചു നിന്നുകൊണ്ട് നീതിക്ക് വേണ്ടി പോരാടിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു റെപ്യൂട്ടേഷൻ അദ്ദേഹത്തിന് ഉണ്ട്. നല്ല ഒരു എഴുത്തുകാരനാണ്. യുവദീപം, സന്ദർശിനി, സുവിശേഷ ദൂതൻ എന്നിവയുടെ ചീഫ് എഡിറ്ററായിട്ട് അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. എപ്പിസ്കോപ്പൽ നോമിനേഷൻ ബോർഡ് അംഗമായിട്ടും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. സിറ്റുവേറ്റിംഗ് ദ സോഷ്യോ കൾച്ചറൽ ഇമ്പാക്റ്റ് ഓഫ് മലങ്കര മാർത്തോമ ചർച്ച് ഇൻ ദ 20th സെഞ്ച്വറി കേരള എന്ന വിഷയത്തിൽ കേരള സർവകലാശാലയിൽ നിന്ന് അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് കിട്ടിയിട്ടുണ്ട്. മാർത്തോമ സഭയുടെ സാമൂഹ്യ രാഷ്ട്രീയ ഇടപെടലുകളെ കുറിച്ച് നിരവധി പേപ്പറുകൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ കേരള സർവകലാശാലയുടെ ഹിസ്റ്ററി, ആർക്കിയോളജി എന്നീ വിഷയങ്ങളുടെ ബോർഡ് ഓഫ് സ്റ്റഡീസിൽ അദ്ദേഹം അംഗമായിട്ട് പ്രവർത്തിക്കുന്നു. ഡോക്ടർ കോശി മത്തായുടെ പ്രഭാഷണം ശ്രവിക്കുവാനായിട്ട് എല്ലാവരെയും ഹാർദവമായിട്ട് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഡോക്ടർ കോശി മത്തായിയെ ആ വിഷയം അവതരിപ്പിക്കുവാനായിട്ട് ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ എൻ്റെ സ്നേഹവന്ദനം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ലൈറ്റഡ് ടു ലൈറ്റൻ എന്ന ഈ വേദിയിൽ ഇങ്ങനൊരു വിഷയം അവതരിപ്പിക്കാനായിട്ട് എനിക്ക് അവസരം ഒരുക്കി തന്ന ഇതിൻ്റെ പ്രധാന സംഘാടകരിൽ ഒരാളായ പ്രിയപ്പെട്ട വിൽസൺ സാറിനോടുള്ള നന്ദി സ്നേഹം അറിയിക്കട്ടെ. ഇന്ന് നമ്മുടെ ഈ വെബിനാറിൻ്റെ മോഡറേറ്റർ ആയിരിക്കുന്ന പ്രിയപ്പെട്ട ജേക്കബ് മാത്യു സാറ്, അതുപോലെ തന്നെ നമ്മുടെ സഭാ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുന്ന ആദരണീയരായ വ്യക്തിത്വങ്ങൾ, കേരള ക്രൈസ്തവ സംസ്കാരത്തെ പറ്റി കേൾക്കാനും അത് അറിയാനും കൂടുതൽ അറിയാനും ഒക്കെ ആഗ്രഹിക്കുന്ന നമ്മുടെ സഭയിലെ ഏറ്റവും പ്രിയപ്പെട്ടവരായിട്ടുള്ള വ്യക്തിത്വങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കട്ടെ. ഞാൻ വളരെ ആശങ്കയോടുകൂടിയൊക്കെ തന്നെയാണ് ഈ ഒരു വെബിനാറിൽ പങ്കെടുക്കുന്നത്. നേരത്തെയൊക്കെ വെബിനാറിൽ പങ്കെടുക്കുമ്പോൾ കേട്ടുകൊണ്ടിരുന്നാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ഒരു ചോദ്യങ്ങൾ ചോദിച്ചാൽ മതിയായിരുന്നു. എന്നാൽ ഇന്ന് കാണികളുടെ സ്ഥാനത്ത് നിന്നും പ്രേക്ഷകരുടെ സ്ഥാനത്ത് നിന്നും പാവകളിക്കാരന്റെ റോളിലേക്ക് എത്തേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി ഇന്നുണ്ടല്ലോ. അപ്പോ ഈ കുറച്ചു സമയം ഈ കേരള ക്രൈസ്തവ സംസ്കാരത്തെ പറ്റി, പ്രത്യേകിച്ച് സുറിയാനി ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവരുടെ സംസ്കാരത്തെ പറ്റി, സുറിയാനി ക്രിസ്ത്യാനികളുടെ ഒരു സംസ്കാരത്തെ പറ്റിയുള്ള ഒരു ചരിത്ര അവലോകനം ആണ് പ്രധാനമായും അവതരിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ചരിത്രം എന്ന് പറയുന്നത് ഒരു ആപേക്ഷികമാണ്. തെളിവുകളെ തന്നെ പല രീതിയിൽ വ്യാഖ്യാനിക്കുകയാണ്. അപ്പൊ നമുക്ക് ഈ സത്യാനന്തര കാലഘട്ടം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ തന്നെ സത്യത്തെ പോലും എങ്ങനെയാണ് നിർവചിക്കുന്നത് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. വർത്തമാന കാലഘട്ടത്തിലെ യാഥാർത്ഥ്യങ്ങളെ പോലും പല രീതിയിൽ വ്യാഖ്യാനിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ ഭൂതകാലഘട്ടത്തെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ, അതിനെ വ്യാഖ്യാനിക്കുമ്പോൾ വ്യത്യസ്ത അഭിപ്രായങ്ങൾ സ്വാഭാവികമായി ഉയർന്നു വരാം. അത് ചരിത്രത്തിന്റെ ഒരു സ്വാഭാവിക പ്രത്യേകതയും ചരിത്രത്തിന്റെ ഒരു സ്വാഭാവിക നീതിയുമാണ് എന്നെനിക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട്. നമുക്ക് ഒന്ന് രണ്ട് ടേംസ് ഇതിൻ്റെ അകത്ത് ഒന്ന് പരിചയപ്പെടണമെന്ന് ഞാൻ പ്രധാനമായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് എങ്കിലും ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മളെ ഒരു വളരെ വൈഡറായിട്ടുള്ള വിശാലമായ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് സുറിയാനി ക്രിസ്ത്യാനി എന്ന പദവും സംസ്കാരം എന്ന പദവും ക്രൈസ്തവ സംസ്കാരം എന്ന പദവും ഒക്കെ നമ്മൾ കാണേണ്ടത്, അല്ലെങ്കിൽ നമ്മളെ കണ്ടിട്ടുള്ളത്, പരിചയിച്ചിട്ടുള്ളത് എന്നുകൂടി ഓർത്തെടുക്കേണ്ടത് ആവശ്യമാണ്. എന്താണ് സംസ്കാരം എന്നൊരു ചോദ്യം തന്നെ നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ്. എന്താണ് സംസ്കാരം? കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ്. പല രീതിയിൽ അതിൻ്റെ ഒരു നിർവചനം, ഡെഫിനേഷൻ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. എന്നാൽ ഏറ്റവും എനിക്ക് തോന്നുന്നു കൃത്യമായി ഏറെക്കുറെ ശരിയായിട്ടുള്ള ഒരു നിർവചനം പ്രകാരമാണ്: ഇനം തിരിച്ച് ചിട്ടയായ പ്രതീകങ്ങളായി മറ്റുള്ളവരെ അഭ്യസിപ്പിക്കുകയും
ഇനം തിരിച്ച് ചിട്ടയായ പ്രതീകങ്ങളാക്കി മറ്റുള്ളവരെ അഭ്യസിപ്പിക്കുകയും വിവിധ മാർഗങ്ങളിലൂടെ അവരിലേക്ക് പകരുകയും ചെയ്ത ജീവിത അനുഭവങ്ങളെയാണ് നാം സംസ്കാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ അവിടെ ചിട്ടയായി രൂപപ്പെടുത്തിയിട്ടുണ്ട്, വർഗീകരിച്ചിട്ടുണ്ട്, പല ഇനങ്ങളാക്കി വർഗീകരിച്ചിട്ടുണ്ട്. അത് വരുന്ന ഒരു തലമുറയിലേക്ക് അഭ്യസനം നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ വിവിധ മാർഗങ്ങളിലൂടെ വരും തലമുറയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത്തരം അനുഭവങ്ങളെയാണ് കൾച്ചർ, സംസ്കാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നു. എന്നാൽ പ്രസിദ്ധമായ മറ്റൊരു ചൊല്ലുകൂടി അതിന്റെ കൂടെ ഞാൻ ചേർത്ത് വെക്കുകയാണ്. അവിടെ ഇപ്രകാരമാണ് പറയുന്നത്: കൾച്ചർ ഈസ് നോട്ട് ഇൻവെന്റഡ് ബട്ട് ഇറ്റ് ഈസ് ആൻ ഇന്നോവേഷൻ ഓഫ് ആൻ എക്സിസ്റ്റിംഗ് കൾച്ചർ. ഒരു സംസ്കാരം എന്ന് പറയുന്നത് പുതുതായി കണ്ടുപിടിക്കപ്പെടുന്നതല്ല, പകരം നിലവിലുള്ളതിനെ നവീകരിക്കപ്പെടുന്നതാണ് സംസ്കാരം എന്ന് പറയുന്നത്. നിലവിലുള്ളതിനെ നവീകരിച്ചെടുക്കുന്നതാണ് സംസ്കാരം. പുതുതായി ഒരു സംസ്കാരവും നമുക്കൊരു ശാസ്ത്രീയ കണ്ടുപിടുത്തം പോലെ കണ്ടുപിടിച്ചെടുക്കാനായിട്ട് കഴിയില്ല എന്നതുകൂടി ഓർത്തു വെക്കേണ്ടതാണ്. ഇപ്പൊ സംസ്കാരം പകരപ്പെടുന്നതാണ്, അഭ്യസിപ്പിക്കപ്പെടുന്നതാണ്. നിലവിലുള്ളതിനെ പരിഷ്കരിക്കുകയോ നിലവിലുള്ളതിനെ ചില മാറ്റങ്ങൾ വരുത്തിയോ ഒക്കെ നൽകുന്നതാണ് സംസ്കാരം. പുതുതായി ഒന്നും എടുത്തു വെക്കുന്നതല്ല സംസ്കാരം എന്നുള്ള ഒരു നിർവചനം ഒരു വശത്ത് നിൽക്കട്ടെ. ഇനി എന്താണ് ക്രൈസ്തവ സംസ്കാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ക്രൈസ്തവ സംസ്കാരം എന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് ക്രിസ്തുവിന്റെ സംസ്കാരം തന്നെയാണ്. സംസ്കാരം ഒരു ജീവിത ശൈലിയാണ്. സംസ്കാരം എന്ന് പറയുന്നത് ഒരു ജീവിത ശൈലിയാണ്. അതുകൊണ്ട് ക്രിസ്തീയ സംസ്കാരം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ സംസ്കാരം തന്നെയാണ്. ക്രിസ്തുവിന്റെ സംസ്കാരം എന്ന് പറയുന്നത് ഇഴുകിച്ചേരുന്നതാണ്, അലിഞ്ഞില്ലാതെ ആകുന്നതാണ് ക്രിസ്തുവിന്റെ സംസ്കാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് ക്രൈസ്തവ സംസ്കാരം എന്ന് പറയുന്നത് ക്രിസ്തു ആവിഷ്കരിച്ച ജീവിതത്തെ വ്യക്തി ജീവിതത്തോട് സ്വരൂപണമാക്കി നിർത്തുന്നതാണ്. ക്രിസ്തു ആവിഷ്കരിച്ച ജീവിതത്തെ എൻ്റെ വ്യക്തി ജീവിതത്തോട്, എൻ്റെ സാമൂഹ്യ ജീവിതത്തോട് സ്വരൂപണമാക്കി നിർത്തുന്നതാണ്. അല്ലെങ്കിൽ ഒന്നുകൂടി പറഞ്ഞാൽ, വ്യക്തി ജീവിതത്തെ ക്രിസ്തുവിന്റെ ജീവിതത്തോട് അനുരൂപമാക്കി നിർത്തുമ്പോൾ എൻ്റെ സമൂഹത്തിൻ്റെയും ജീവിതത്തിലേക്ക് വന്നു ഭവിക്കുന്ന ഒരു ജീവിത ശൈലിയാണ് ക്രിസ്തീയ സംസ്കാരം അല്ലെങ്കിൽ ക്രൈസ്തവ സംസ്കാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുകൂടി ചേർത്ത് വെക്കട്ടെ. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനായിട്ട് ശ്രമിച്ചു. ഒന്ന്, സംസ്കാരം എന്നാൽ എന്തൊരു തിയററ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് നൽകിയതിന് ശേഷം ചരിത്ര വീക്ഷണത്തിലേക്ക് പോകാമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ സംസ്കാരം എന്താണ് എന്ന് പറയാനായിട്ട് ശ്രമിച്ചു. ക്രിസ്തീയ സംസ്കാരം എന്താണ് എന്ന് പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ക്രിസ്തീയ സംസ്കാരം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ എൻ്റെ ജീവിതത്തെ, നമ്മുടെ ജീവിതത്തെ ക്രിസ്തുവിന്റെ ജീവിതത്തോട് ചേർത്ത് അനുരൂപണം ചെയ്യാനോ സംവിധാനം ചെയ്യാനോ ശ്രമിക്കുന്നതിനെയാണ് ക്രൈസ്തവ സംസ്കാരം എന്ന് പറയുന്നത്. ഇനി നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്ന രണ്ട് പദങ്ങളിലൂടെ ഒന്ന് പറയാനായിട്ട് ശ്രമിക്കുകയാണ്. ഒന്ന് സമുദായം എന്നുള്ളതാണ്, രണ്ട് സഭ എന്നുള്ളതാണ്. എന്താണ് സമുദായവും സഭയും തമ്മിലുള്ള ബന്ധം? സമുദായം വ്യത്യാസം എന്താണ്? സമുദായം എന്ന് പറയുമ്പോൾ നമുക്ക് പ്രധാനമായും നമ്മുടെ മുൻപിലുള്ള ധാരാളം സമുദായങ്ങളുണ്ട്. നമ്മൾ പറയാറുണ്ട് ക്രിസ്തീയ സമുദായം എന്നൊക്കെ, പലപ്പോഴും മാർത്തോമാ സമുദായം എന്നൊക്കെ പറയാറുണ്ടായിരുന്നു പലപ്പോഴും. ഒരു സമുദായം നിലകൊള്ളുന്നത് അതിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ്, എന്നാൽ ഒരു സഭ നിലനിൽക്കുന്നത് തൻ്റെ ചുറ്റുമുള്ളവർക്ക് വേണ്ടിയാണ്. ഇതാണ് ഒരു പ്രധാനപ്പെട്ട ആശയപരമായ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. സമുദായം അതിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ നിലനിൽക്കുമ്പോൾ സഭ എന്ന് പറയുന്നത് എല്ലാവരുടെയും താല്പര്യങ്ങളെ സംരക്ഷിക്കുന്ന ഒരു ഇടമായിട്ടാണ് സഭയെ കാണേണ്ടത്. പ്രശസ്ത സാഹിത്യകാരനും ചിന്തകനുമായ KM തരകൻ സാറെ കേരളത്തിലെ ക്രൈസ്തവ സംസ്കാരത്തെ പറ്റി ഒരു പഠനം നടത്തിയതിനു ശേഷം അദ്ദേഹം ഇപ്രകാരം പറയുന്നുണ്ട്: കേരളത്തിലെ ക്രൈസ്തവ സംസ്കാരം പൊതുവെ ഒരു ആധ്യാത്മികമോ കലാപരമോ സാഹിത്യപരമോ എന്നതിലുപരിയായി, ആധ്യാത്മികമോ സാഹിത്യമോ കലാപരമോ എന്നതിലുപരിയായി ഒരു ആർത്തികമാണ്, അല്ലെങ്കിൽ ഒരു സമ്പാദനത്തിന് വേണ്ടിയുള്ള ഒരു സംസ്കാരമാണ് കേരളത്തിലെ ക്രൈസ്തവ സംസ്കാരം എന്ന് പറയുന്നത്. ധനമോ അധികാരമോ പ്രതാപമോ മേൽക്കോയ്മയോ നേടുന്നതിനായി പ്രകടിപ്പിക്കുന്നതാണ് ക്രൈസ്തവ സംസ്കാരം, കേരളത്തിലെ സുറിയാനി ക്രൈസ്തവ സംസ്കാരം എന്ന് KM തരകൻ സാറ് വീക്ഷിച്ചിട്ടുണ്ട്. അദ്ദേഹം കുറച്ചുകൂടി കടന്നു പോയി പറയുന്നത്, കേരളത്തിലെ ക്രൈസ്തവ സംസ്കാരത്തെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ വീക്ഷിച്ചാൽ
കല്ലുകളെ അപ്പമാക്കുന്ന ക്രിസ്തു, ദൈവാലയ അഗ്രത്തിൽ നിന്ന് താഴേക്ക് ചാടുന്ന ക്രിസ്തു, ലോകത്തിന്റെ സർവ്വപ്രതാപവും കൈക്കലാക്കിയ ക്രിസ്തു, ആ ക്രിസ്തുവിനെയാണ് ഇന്നത്തെ ക്രൈസ്തവ സംസ്കാരം പ്രതിഫലിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്നു. വിശക്കുന്ന, കരയുന്ന, കണ്ണു നിറയുന്ന യേശുവിനെ ഇന്നത്തെ ക്രൈസ്തവ സംസ്കാരത്തിൽ കാണാൻ കഴിയുന്നില്ല എന്ന് കൂടി ചേർത്ത് വെക്കുകയാണ്. ഒരുപക്ഷെ കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളെ തമ്മിൽ ചേർത്ത് നിർത്തുന്ന ഏറ്റവും പ്രധാന ഘടകം അവരുടെ വിശ്വാസ ഐക്യമല്ല, പകരം സാംസ്കാരിക പൈതൃകമായിരിക്കും എന്ന് കാണാനായിട്ട് കഴിയും. നമുക്ക് കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളുടെ സംസ്കാരത്തിന്റെ ഒരു ചരിത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്കതിനെ പ്രധാനമായും 4 ഘട്ടങ്ങളായിട്ട് നമുക്ക് തരംതിരിക്കാം. 4 ഘട്ടങ്ങളായിട്ട് തരംതിരിക്കാം. ഒന്നാമത്തേത് ഒരു AD 6-ാം നൂറ്റാണ്ട് മുതൽ 15-ാം നൂറ്റാണ്ട് വരെ, ക്രിസ്തുവർഷം 15-ാം നൂറ്റാണ്ട് വരെയുള്ള ഒരു കാലഘട്ടമാണ്. മലങ്കര സഭയും പേർഷ്യൻ സഭയും തമ്മിലുള്ള സജീവമായ ബന്ധം നിലനിൽക്കുന്ന ഒരു കാലഘട്ടം. ഈ കാലഘട്ടത്തിലെ ക്രൈസ്തവ സംസ്കാരത്തെ നമ്മൾ നോക്കിയാൽ, സുറിയാനി ക്രിസ്ത്യാനികളുടെ സംസ്കാരത്തെ നമ്മൾ നോക്കിയാൽ, ഇത്രയധികം യാഥാസ്ഥികത്വവും അധികാര മേൽക്കോയ്മയും വെച്ചു പുലർത്തിയിരുന്ന ഒരു സമൂഹത്തെ നമുക്കെങ്ങും കാണാൻ കഴിയില്ല എന്ന് കാണാം. ഇത്രയധികം യാഥാസ്ഥികത്വം നിറഞ്ഞ, അതായത് അധികാരത്തിന്റെ എല്ലാ ആനുകൂല്യങ്ങളും, സമുദായത്തിന്റെ ജാതീയത കൽപ്പിച്ചു തന്ന, സവർണ ജാതീയത കൽപ്പിച്ചു തന്ന എല്ലാ ആനുകൂല്യങ്ങളും അനുഭവിക്കുന്ന ഒരു സമുദായം എന്ന നിലയിലുള്ള സംസ്കാരമാണ് AD 6-ാം നൂറ്റാണ്ട് മുതൽ 15-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിലെ കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികൾക്ക് ഉണ്ടായിരുന്നത്. വീണ്ടും നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ 15-ാം നൂറ്റാണ്ട് മുതൽ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടം വരെയുള്ള ഒരു കാലഘട്ടത്തെ നമ്മൾ പരിഗണിക്കുമ്പോൾ, പോർച്ചുഗീസുകാരുടെ കടന്നുവരവ്, ഡച്ചുകാരുടെ കടന്നുവരവ്, ഫ്രഞ്ചുകാരുടെ കടന്നുവരവ് കേരളത്തിൽ അത്ര സജീവമല്ലായിരുന്നെങ്കിലും പിന്നീടുള്ള ഇംഗ്ലീഷുകാരുടെ കടന്നുവരവ്, ഇംഗ്ലീഷുകാരുടെ കടന്നുവരവുള്ള കാലഘട്ടത്തിൽ വ്യത്യസ്തതകളെ ഉൾക്കൊള്ളാനുള്ള ഒരു അസഹിഷ്ണുത വളരെ ശക്തമായി ഇരുവിഭാഗങ്ങളിലും ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. ഒരുപക്ഷെ ലാറ്റിനൈസേഷന്റെ, ലത്തീൻ വൽക്കരണത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഒരു സംസ്കാരം കേരളത്തിലേക്ക് കടന്നു വന്നു. അതിനോടുള്ള പ്രതികരണം എന്ന നിലയിലുള്ള സുറിയാനി ക്രിസ്ത്യാനികളുടെ ഒരു പ്രതികരണം ഒരു പകയുടെയോ ഒരു വിദ്വേഷത്തിന്റെയോ ഒക്കെ ഒരു വൈവിധ്യത്തെ നിരാകരിക്കുന്ന ശൈലി, ഒരു പോരാട്ടത്തിന്റെ ശൈലി, ഒരു പകയുടെ ശൈലിയൊക്കെ അന്നത്തെ ക്രൈസ്തവ ചിന്തകളിലും ക്രൈസ്തവ ശൈലിയിലും വിശ്വാസത്തിലും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. മൂന്നാമത്തെ ഒരു കാലഘട്ടം മിഷണറിമാരുടെ ഒരു കാലഘട്ടവും അവരുടെ പ്രവർത്തനവും ഒക്കെയാണ്. പാശ്ചാത്യ സംസ്കാരത്തിന്റെ ഒരു വലിയ സ്വാധീനം ഈ കാലഘട്ടത്തിൽ ഉണ്ട്. കുറച്ചുകൂടി ഒരു തുറവിയുടെ ഒരു കാലഘട്ടമാണ്. അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു സമീപനം ക്രൈസ്തവ സംസ്കാരത്തിന്റെ ഒരു പ്രത്യേകത ക്രൈസ്റ്റ് ഫോർ ഓൾ എന്നുള്ളതാണ്. എല്ലാവർക്കുമുള്ള ക്രിസ്തു എന്നുള്ളൊരു സങ്കല്പം. അതുകൊണ്ടാണ് പാശ്ചാത്യ മിഷണറിമാർ അതുവരെ ഉണ്ടായിരുന്ന ഒരു സുറിയാനി സമീപന തലത്തിൽ നിന്നും ക്രിസ്തു വിശ്വാസത്തെ മറ്റുള്ള ഇടങ്ങളിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഒരു യജ്ഞമൊക്കെ ആരംഭിക്കുന്നത് അവിടെയാണ്. പുതിയ ധാരണകൾ വരുന്നുണ്ട്, പുതിയ നിലപാടുകൾ വരുന്നുണ്ട്, ഒരു തുറന്ന സമീപനമൊക്കെ ഈ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ്. നാലാമത്തെ ഒരു കാലഘട്ടമായി എനിക്ക് കാണാൻ കഴിയുന്നത് ഒരു നവീകരണ അനന്തര കാലഘട്ടമാണ്. മലങ്കര സഭയിലെ ഒരു നവീകരണ അനന്തര കാലഘട്ടം. ഒരുപക്ഷെ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ നിന്ന് അത്ര വ്യത്യസ്തമായ നമുക്കതിനെ ഒരു മാർജിനിട്ട് ഒരു ലൈൻ സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് കാണാനായിട്ട് കഴിയില്ല. എങ്കിലും ഒരു നവീകരണാനന്തര കാലഘട്ടത്തിൽ കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളിൽ സിറിയൻ ക്രിസ്ത്യൻ സംസ്കാരത്തിൽ ഒരു വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. പരോക്ഷമെങ്കിലും ഒരു വിശാല മനോഭാവം ഉടലെടുത്തു എന്നുള്ളത് നമുക്ക് തീർത്തും അവഗണിക്കാനായിട്ട് കഴിയില്ല. വ്യത്യസ്തതകളെ ഉൾക്കൊള്ളാനുള്ള ഒരു മനോഭാവം ചെറുതായിട്ടെങ്കിലും രൂപപ്പെടാൻ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിലൊക്കെ ഉപരിയായി സവർണ ക്രൈസ്തവർ അല്ലെങ്കിൽ സുറിയാനി ക്രിസ്ത്യാനികൾ എന്ന ഒരു ഷെല്ല്, അതിന്റെ പുറന്തോട് ദുർബലമാകുകയോ അതിന്റെ ആ ദുർബലമായ ഇടങ്ങളിലൂടെ പുറത്തുള്ളവരുടെ ഈ ചട്ടക്കൂടിലേക്ക് പ്രവേശിക്കാൻ ഉതകുന്ന വിധത്തിൽ സമുദായം സഭയായി മാറുകയും ചെയ്യുന്ന ഒരു ശൈലി ഈ കാലഘട്ടത്തിൽ രൂപപ്പെട്ടു. കേരളത്തിലെ സിറിയൻ ക്രിസ്ത്യാനികളുടെ ഇടയിലുണ്ടായ ഏറ്റവും വലിയ സംസ്കാരത്തിലെ ഏറ്റവും വലുതായ ഒരു മാറ്റം ഈ നവീകരണാനന്തര കാലഘട്ടത്തിൽ
പ്രത്യേകിച്ച് മലങ്കര മാർത്തോമാ സഭയുടെ രൂപപ്പെടലിലൂടെ കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനി സമൂഹത്തിൽ ഉണ്ടായതാണ്. സുറിയാനി ക്രിസ്ത്യാനികൾ എന്ന് വിശേഷിപ്പിക്കുന്ന സമൂഹത്തിലൊക്കെ ഇതര വിഭാഗങ്ങളുടെ കടന്നു വരുന്ന ഒരു പ്രത്യേകതയോടെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇവിടെ ഒരു പുതിയ ഒരു കാഴ്ചപ്പാട് കേരളത്തിലെ ക്രൈസ്തവരുടെ ഇടയിലേക്ക് കടന്നു വരുന്നുണ്ട്. അത് ചർച്ച് ഫോർ ഓൾ എന്നുള്ളതാണ്. ബ്രിട്ടീഷുകാർ തുറന്നു വെച്ചത് ക്രൈസ്റ്റ് ഫോർ ഓൾ എന്നുള്ളതായിരുന്നെങ്കിൽ ഈ നവീകരണാനന്തര കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ചർച്ച് ഫോർ ഓൾ എന്നുള്ള ഒരു ഘട്ടം ചരിത്രത്തിൽ അവിടെ എത്തി നിൽക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളെ 4 പ്രധാന സംസ്കാരങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ട്. ഒന്ന് സിറിയൻ പേർഷ്യൻ കൾച്ചർ, 2 ബുദ്ധിസ്റ്റ് കൾച്ചർ ഇൻ കേരള, മൂന്നാമത്തേത് ബ്രാഹ്മണിക്കൽ കൾച്ചർ, വേദകാല ബ്രാഹ്മണന്മാരുടെ സംസ്കാരം, 4 യൂറോപ്യന്മാരുടെ നവോത്ഥാന സംസ്കാരം. ഇതെല്ലാം കൂടെ ചേർന്ന് ആണ് കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളുടെ സംസ്കാരത്തെ രൂപപ്പെടുത്തുകയോ ഇടപെടലുകൾ നടത്തുകയോ ചെയ്തിട്ടുള്ളത്. കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളുടെ സംസ്കാരത്തെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ പാരമ്പര്യത്തിന് വലിയൊരു ഘടകം, പാരമ്പര്യത്തിന് ഒരു വലിയ സ്വാധീനം അതിലുണ്ട്, വിശ്വാസത്തിന് വലിയ സ്വാധീനമുണ്ട്, മിത്തുകൾക്ക് വലിയ സ്വാധീനമുണ്ട്, ചരിത്രത്തിന് സ്വാധീനമുണ്ട്, ഭൂമിശാസ്ത്രത്തിന് സ്വാധീനമുണ്ട്. അപ്പോൾ ഒരു സംസ്കാരത്തെ രൂപപ്പെടുത്തുന്ന മിക്ക എല്ലാ ഘടകങ്ങളും നമ്മുടെ ക്രൈസ്തവ സംസ്കാരത്തെയും കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളുടെ സംസ്കാരത്തെയും സ്വാധീനിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമാണ് സെന്റ് തോമസ് ട്രഡീഷൻ എന്ന് പറയുന്നത്. സെന്റ് തോമസ് ട്രഡീഷൻ കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ ഒരേ സമയം അഭിമാനവും അതേസമയം അഹങ്കാരവുമാണ്. ഞാനതിന്റെ ചരിത്ര സത്യങ്ങളിലേക്കോ തെളിവുകളിലേക്കോ ഒന്നും പ്രവേശിക്കുന്നില്ല. കാരണം അത് തന്നെ ഒരു 5 വെബിനാറിന്റെ ടോപ്പിക്കാണല്ലോ. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. എന്നാൽ കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഈ പാരമ്പര്യം, സെന്റ് തോമസ് ട്രഡീഷൻ തങ്ങളുടെ സംസ്കാരത്തിന്റെ മുഖമുദ്രയാക്കി നിലനിർത്താൻ അവരുടെ ചരിത്രത്തെയും അവരുടെ പഠിപ്പിക്കലുകളെയും എല്ലാം തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. തോമാസ് ലീഗ സ്ഥാപിച്ചു എന്ന് പറയുന്ന പള്ളികളെല്ലാം തന്നെ കേരളത്തിലെയോ തൊട്ടടുത്ത സ്ഥലങ്ങളിലെയോ പ്രധാനപ്പെട്ട ബ്രാഹ്മണ കേന്ദ്രങ്ങൾ, നമ്പൂതിരി കേന്ദ്രങ്ങളായിരുന്നു എന്നുള്ളത് പരമമായ സത്യമാണ്. നമ്പൂതിരിമാരോടുള്ള സാമ്യപ്പെടുത്തലും ബ്രാഹ്മണരോട് തങ്ങൾക്ക് ഏകാത്മകപ്പെടാനായിട്ടുള്ള പരമാവധി ശ്രമം എല്ലാ തലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അവരുടെ വേഷവിധാനത്തെ നമുക്ക് കാണാൻ കഴിയും. ഞൊറി എന്ന് പറയുന്ന സംവിധാനം നമ്പൂതിരികളിലും സുറിയാനി ക്രിസ്ത്യാനികളിലും മാത്രം കാണുന്നതാണ്. വെള്ളപ്പുടവ അങ്ങനെയുള്ളതാണ്. പൊന്നും തേനും, മാത്യു ദാനിയേലച്ചന്റെ പുസ്തകത്തിൽ അതിനെപ്പറ്റി ഒരു സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട്. പൊന്നും തേനും നൽകുന്ന സംവിധാനം, 28 കെട്ട് എന്ന് പറയുന്ന സംവിധാനം, പൊതു പൂർവികനിൽ നിന്നും വിവാഹബന്ധത്തിന് 3 അല്ലെങ്കിൽ 4 തലമുറ അകലമുണ്ടായിരിക്കണം. വായ്ക്കുരവ എന്ന് പറയുന്നത് വിവാഹത്തിന് ആലില രൂപത്തിലുള്ള മിന്നെ, ആദ്യം ജനിക്കുന്ന കുട്ടിക്ക് ആൺകുട്ടിയാണെങ്കിൽ പിതാവിന്റെ പേര്, പെൺകുട്ടിയാണെങ്കിൽ മാതാവിന്റെ പേര് അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കന്മാരുടെ പേര്, 1 വയസ്സിന് മുൻപ് ചോറൂണ്, 4 വയസ്സിന് മുൻപ് 4 വയസ്സ് തികയുമ്പോൾ എഴുത്തിനിരുത്ത്, മരണത്തോടനുബന്ധിച്ചുള്ള ദേഹശുദ്ധി സങ്കല്പം, 41 ദിവസമുള്ള അടിയന്തരം. ഇതെല്ലാം ഇത്തരം ചില പാരമ്പര്യങ്ങളിൽ നിന്ന് നമ്മളെ സംസ്കാരത്തിൽ നിന്ന് രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ളതാണ്. പേർഷ്യൻ സമയവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മുടെ സഭയുടെ സംസ്കാരത്തിലേക്ക് കടന്ന, അല്ലെങ്കിൽ സുറിയാനി ക്രിസ്ത്യാനികളുടെ സംസ്കാരത്തിൽ ഉണ്ടായ പ്രധാനപ്പെട്ട ചില പ്രത്യേകതകളോട് പറയാം. നാം ഒരിക്കലും അവിടെ സഭയായിരുന്നില്ല, പകരം സമുദായമായിരുന്നു എന്നുള്ളതാണ്. 15-ാം നൂറ്റാണ്ട് വരെ കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികൾ സഭ എന്നല്ല യഥാർത്ഥത്തിൽ നമ്മൾ വിവക്ഷിക്കേണ്ടത് സമുദായം എന്നുള്ളതാണ്. പൗരസ്ത്യ സുറിയാനി ഭാഷയിലുള്ള ആരാധനാക്രമം, വിവിധ സുറിയാനി വാക്കുകൾ വ്യാപകമായി നമ്മുടെ ആരാധന ഇടങ്ങളിൽ, വിശ്വാസ ജീവിതങ്ങളിലേക്ക്, നമ്മുടെ മതഭാഷയിലേക്ക് കടന്നു വരുന്നു. ഉദാഹരണം മധുബഹ, കശീശ, കപ്യാർ അല്ലെങ്കിൽ കബൂറ, കുർബാന, കൂദാശ, റംബാൻ എന്നിങ്ങനെയുള്ള മതഭാഷയിലേക്ക് സുറിയാനി വാക്കുകൾ ധാരാളം കടന്നു വരുന്നു. ഒത്തിരി അധികാര മേൽക്കോയ്മ ഭാഷകൾ ഉപയോഗിക്കുന്നു. മാപ്പിളമാർ അല്ലെങ്കിൽ മഹാപിള്ളയിൽ നിന്ന് ലോപിച്ചുണ്ടായ പെൺപിള്ളയിൽ നിന്ന് ലോപിച്ചിട്ടുണ്ടായ പെമ്പിള. ക്രിസ്ത്യാനികൾ ആ കാലഘട്ടത്തിൽ അറിയപ്പെടുന്നത് 64 എന്നാണ്. 64 ഗ്രാമങ്ങളിൽ വസിച്ചിരുന്ന ബ്രാഹ്മണരെ പ്രതിനിധാനം ചെയ്തിരുന്നവരാണ് തങ്ങൾ. പ്രമുഖ വണികന്മാർ, കച്ചവടക്കാരെല്ലാവരും ക്രിസ്ത്യാനികൾ ആ കാലഘട്ടങ്ങളിലെ ശാസനങ്ങളൊക്കെ നമുക്കറിയാം. തരിശാപ്പള്ളി, അതുപോലെ തന്നെ വീരരാഘവ പട്ടയം,
താഴേക്കാട് ശാസനം ഒക്കെ നമുക്ക് ആ കാലഘട്ടത്തിൽ ശ്രദ്ധേയമാണ്. മറ്റൊന്നുകൂടി ശ്രദ്ധിച്ചാൽ കേരളത്തിലെ മാന്യത, സാമൂഹ്യ രംഗങ്ങളിൽ മാന്യതയുണ്ടായിരുന്ന ഒരു കാലഘട്ടം ക്രൈസ്തവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. സൈനിക സേവനം വളരെ പ്രധാന. ക്രിസ്ത്യാനികൾ അന്നത്തെ രാജാക്കന്മാരുടെ, ഉദാഹരണമായി പെരുമ്പടപ്പ് രാജാവിന് 50,000 ക്രൈസ്തവ സൈനികരുണ്ടായിരുന്നു എന്ന് പറയുന്നു. ചെമ്പകശ്ശേരി രാജാവിന്റെ സൈന്യത്തിലെ ക്രിസ്ത്യാനികൾക്കായി പുറക്കാട് പള്ളി സ്ഥാപിച്ചു കൊടുത്തതായി പറയുന്നു. മൂവാറ്റുപുഴയിലെ നസ്രാണി പണിക്കാരന്മാരെ പറ്റി പറയുന്നു. അവരവിടെ സൈനിക പരിശീലനം നൽകിയതായി പറയുന്നു. മറ്റൊന്ന് ക്രിസ്ത്യാനികളുടെ ചരിത്രത്തിൽ വ്യക്തമായ തെളിവില്ലെങ്കിലും പറയുന്നത്, വാസ്കോഡ ഗാമയുടെ 2ാം വരവിൽ വില്ലാർവട്ടം എന്ന് പറയുന്ന ക്രിസ്തീയ രാജവംശത്തിന്റെ കേരളത്തിലെ ചേന്നമംഗലത്ത് ഉണ്ടായിരുന്ന ഒരു രാജവംശത്തിന്റെ ആളുകൾ പിന്നീട് ഉദയംപേരൂരിലേക്ക് താമസം മാറ്റി അവര് വാസ്കോഡ ഗാമയെ കണ്ട് തങ്ങളുടെ ചില വാളും ചില ആയുധങ്ങളും തങ്ങളുടെ ചില പത്രങ്ങളും ഒക്കെ അവരെ ഏൽപ്പിച്ച് അവരുടെ അധികാരം അംഗീകരിക്കുന്നതായിട്ട് പറയുന്നു. അങ്ങനെ എന്തുകൊണ്ടും സാമൂഹ്യ മാനവും സാമൂഹ്യ പദവിയും അധികാരവും സമ്പത്തും മേൽക്കോയ്മയും എല്ലാം അവകാശപ്പെടുന്ന ഒരു വിഭാഗമായി തങ്ങളുടെ സംസ്കാരത്തെ പ്രതിഷ്ഠിക്കാനാണ് ക്രൈസ്തവർ ഈ കാലഘട്ടങ്ങളിലെല്ലാം ശ്രദ്ധിച്ചിട്ടുള്ളത്. തീണ്ടലും തൊടിയിലും ക്രിസ്ത്യാനികളും അനുഷ്ഠിച്ചിരുന്നു സാമൂഹ്യ സംസ്കാരത്തിന്റെ ഭാഗമായി. തങ്ങളുടെ പേരുകൾ ഒന്നുകിൽ ബൈബിളിൽ നിന്നുള്ള മലയാളം പേരുകൾ അല്ലെങ്കിൽ തദ്ദേശീയമായിട്ടുള്ള പേരുകളൊക്കെ ഉപയോഗിക്കുന്നതായിട്ട് കാണാം. വിവാഹം പ്രത്യേകമായിട്ടുള്ള ഒരു സംസ്കാരം തന്നെ അവർ രൂപപ്പെടുത്തിയെടുത്തിരുന്നു. അത് പേർഷ്യൻ സംസ്കാരത്തിന്റെ ഭാഗമൊക്കെ ആയിരുന്നു. ഇന്ന് എനിക്ക് തോന്നുന്നു ജ്ഞാനായ സഭ അംഗങ്ങൾ മാത്രമേ അത് അങ്ങനെ വ്യാപകമായി ഉപയോഗിക്കുന്നുള്ളൂ. അന്തം ചാർത്തല്, മൈലാഞ്ചേരിയില് കല്യാണത്തിന് മുൻപേ വാദ്യഘോഷത്തോടുകൂടി പള്ളിയിലേക്കുള്ള യാത്ര, വിവാഹശേഷം ഭവനത്തിലേക്കുള്ള യാത്ര, തുടർന്ന് മണർക്കോലമൊരുക്കി അതിൽ അവരെ ആളുകളെ ഇരുത്തുക, തുടർന്ന് നടക്കുന്ന വിവിധ കലാപരിപാടികളൊക്കെ അത് ഞാൻ വിസ്താര ഭയം കൊണ്ട് കൂടുതലായിട്ട് പ്രതിപാദിക്കുന്നില്ല. ചർച്ചയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ പറയാമെന്ന് ഞാൻ കഴിയുന്നു. അപ്പോൾ വിവിധ കളികളും വിനോദങ്ങളും പ്രത്യേകമായിട്ടുള്ള ചടങ്ങുകളും ഒക്കെ തങ്ങളുടേതാക്കി നിലനിർത്തി ഒരു ഉയർന്ന ശ്രേണിയിൽപ്പെട്ടവരാണ് തങ്ങൾ എന്ന് കാണിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അവരത് ചെയ്തിരുന്നു. പുരുഷന്മാർ ആയുധം ധരിച്ചിരുന്നു. നമ്പൂതിരിമാരെ പോലെ കുടുമ ധരിച്ചിരുന്നു. കുടുമയുടെ മുകളിൽ കുരിശ് വെച്ചിരുന്നു. അരയിൽ എപ്പോഴും ഒരു ആയുധമുണ്ട്. അപ്പോൾ കുടുമയിൽ കുരിശ് വഹിക്കുന്നു. ശവസംസ്കാര സമയത്ത് പള്ളിയിലേക്ക് ചെല്ലുമ്പോൾ ഒന്നിടവിട്ട് മണിയടിക്കുന്നു. 1 വർഷം കഴിയുമ്പോൾ, ശവസംസ്കാരം കഴിഞ്ഞ 1 വർഷം തികയുമ്പോൾ ദേവാലയത്തിൽ വിശുദ്ധ കുർബാന അനുഷ്ഠിക്കുന്നു. ശവം മറവ് സ്ഥലത്ത് ദീപം കത്തിക്കുന്നു, വിരുന്ന് നടത്തുന്നു. അങ്ങനെ എല്ലാം ഒരു ആഘോഷത്തിന്റെയും ഒരു പ്രതാപത്തിന്റെയും ഒക്കെയുള്ള ഒരു സംസ്കാരമാണ് നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ, യൂറോപ്യന്മാരുടെ ആഗമനം വരെയുള്ള ഒരു കാലഘട്ടത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഈ കാലഘട്ടത്തിലെ ശില്പകലകളെ ഒക്കെ നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ, സംസ്കാരത്തിന്റെ ഭാഗമായി പരിശോധിക്കുമ്പോൾ ദൈവാലയങ്ങളൊക്കെ പണിതിരുന്നത് ക്ഷേത്ര മാതൃകയിൽ തന്നെയാണ്. അതിന് മുകളിൽ ഒരു കുരിശ്, അതിനെ അടയാളം, വേർതിരിച്ചു നിർത്തുന്ന ഒരു അടയാളം എന്ന രീതിയിൽ നമുക്ക് കാണാൻ കഴിയും. പള്ളിയുടെ മുൻപിലെ ഒരു വലിയ നസ്രാണി സ്തംഭം എന്ന് പറയുന്ന വലിയൊരു കൽക്കുരിശുണ്ട്. ആ കൽക്കുരിശിന്റെ താഴെ ഹിന്ദുക്കളുടെ ക്ഷേത്രത്തിലെ ബലിത്തറയെ സൂചിപ്പിക്കുന്ന രീതിയിലുള്ള പ്രത്യേക ഒരു തറ ആ കൽക്കെട്ടുകളുടെ ആ കുരിശിന്റെ താഴെ നമുക്ക് കാണാനായിട്ട് കഴിയും. അവിടെ ഒരു പ്രത്യേകമായ കല്ലിൽ കൊത്തിയ ദീപസ്തംഭം അവിടെയുണ്ട്. പടിപ്പുരയുണ്ട്, വരാന്തയുണ്ട്, ആയുധപ്പുരയുണ്ട്, കെട്ടുപുരയുണ്ട്, മണിമാളികയുണ്ട്, ആയുധപ്പുരയുണ്ട്. എല്ലാം കൂടെ എന്തുകൊണ്ടും ഒരു നമ്പൂതിരി ബ്രാഹ്മണ സംസ്കാരത്തോട് ചേർന്ന് നിൽക്കുന്ന വിധത്തിൽ തങ്ങളുടെ സംസ്കാരത്തെ രൂപപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നു. പെരുന്നാളുകൾ, പ്രദക്ഷിണം, അതിനോടനുബന്ധിച്ച് വിവിധ ഉത്സവങ്ങള്, വിവിധ കലാരൂപങ്ങൾ, ഹിന്ദുക്കളുടെ കലാരൂപങ്ങൾ വരെ നമ്മുടെ പള്ളികളിൽ, സുറിയാനി പള്ളികളിൽ അല്ലെങ്കിൽ സുറിയാനി ക്രിസ്ത്യാനികളുടെ പള്ളികളിൽ ഉണ്ടായിരുന്നു എന്നും ചമ്പക്കുളം പള്ളിയിലെ നിന്ന് ലഭിക്കുന്ന രേഖകളിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് ഹരികര തുള്ളല്, ഓട്ടം തുള്ളല്, ഞാണിന്മേൽക്കളി, വാളേറെ, പാണ്ഡ്യവാദ്യം, മറ്റു ഹൈന്ദവ കലാരൂപങ്ങളൊക്കെ തന്നെ സുറിയാനി ക്രിസ്ത്യാനികളുടെ പള്ളിപ്പെരുന്നാളിന് നടത്തിയതായി നമുക്ക് കാണാൻ കഴിയും. സുറിയാനി ക്രിസ്ത്യാനികളുടെ കലാരൂപങ്ങൾക്ക് പുറമെ സുറിയാനി ക്രിസ്ത്യാനികളുടെ കലാരൂപങ്ങൾ തന്നെ നമുക്ക് വളരെ സുപരിചിതമാണ്. ഇന്ന് പ്രത്യേകിച്ച് നാം അത് വളരെ അധികമായി ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അത് മാർഗംകളി, പരിചമുട്ടുകളി, വട്ടക്കളി, പൂവിറക്കം, ചവിട്ട് നാടകം തുടങ്ങി സുറിയാനി ക്രിസ്ത്യാനികൾ ശീലിച്ചതും അനുഷ്ഠിച്ചതുമായ നിരവധി സാംസ്കാരിക രൂപങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പൊതുവെ
ഇപ്രകാരം ഞാൻ അതിനെ ചുരുക്കത്തിൽ വിലയിരുത്തട്ടെ. ഈ കാലഘട്ടം വരെ കേരളത്തിലെ ക്രൈസ്തവർ, സുറിയാനി ക്രിസ്ത്യാനികൾ ഒരു സഭയായിരുന്നില്ല, ഒരു സമുദായമായിരുന്നു. കേരളത്തിലെ അനേക ദേവന്മാരിൽ ഒരു ദേവനായി മാത്രം അവർ യേശുവിനെ കണ്ടു. അനേക ജാതികളിൽ ഒരു വിഭാഗമായി മാത്രം അവർ ക്രിസ്തു വിശ്വാസികളെ, നസ്രാണികളെ കണ്ടു. അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു സംസ്കാരമോ വിശ്വാസമോ വിശ്വാസ ജീവിതമോ രൂപപ്പെടുത്താനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി യൂറോപ്പിൽ നിന്ന് ക്രിസ്തുമതം കേരളത്തിലേക്ക് എത്തുമ്പോൾ യൂറോപ്പിലെ ക്രിസ്തുമതം യൂറോപ്പിൽ എന്താണോ കാണിച്ചത് അത് അതുപോലെ കേരളത്തിൽ ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്. അതിന് രണ്ട് കാരണങ്ങൾ ഉണ്ടാകാം. യൂറോപ്പിലെ ക്രിസ്തുമതം വ്യാപകമായപ്പോൾ, ശക്തി പ്രാപിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന തദ്ദേശീയ മത സംസ്കാരത്തെയും പേഗൻ മതപാരമ്പര്യത്തെയും അതിൻ്റെ അടയാളങ്ങളെയും പൂർണ്ണമായി ബലമായി നശിപ്പിച്ചു. എന്നാൽ കേരളത്തിലെ നസ്രാണികൾ അത്തരത്തിൽ ചെയ്തില്ല, അല്ലെങ്കിൽ ചെയ്യാൻ കഴിഞ്ഞില്ല. രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, തങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഒരു മേൽക്കോയ്മയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മേൽക്കോയ്മ ഒരു ശത്രുത സൃഷ്ടിച്ച് ഇല്ലാതാക്കാനായിട്ട് തങ്ങൾ ആഗ്രഹിച്ചില്ല. രണ്ട്, മറ്റുള്ളവരെ തകർക്കാനുള്ള കരുത്ത്, അത്തരത്തിലുള്ള ഒരു കരുത്ത് കേരളത്തിൽ നന്നേ ന്യൂനപക്ഷമായിരുന്ന ഒരു ക്രിസ്തീയ സമൂഹത്തിനൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതും ഒരു സത്യമാണ്. അപ്പോൾ തങ്ങൾ ഓൾറെഡി ഒരു സേഫ് സോണിലാണ്. ആ സേഫ് സോണിൽ നിന്നുകൊണ്ട് മറ്റുള്ളവരോട് പൊരുതേണ്ട ആവശ്യമില്ല എന്ന ചിന്ത ഒരുപക്ഷെ കേരളത്തിൽ വളരെ രൂഢമൂലമായിരുന്നു എന്ന് കാണാം. കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളുടെ സംസ്കാരത്തെ സ്വാധീനിച്ച പ്രധാന ഘടകങ്ങളിൽ ഒന്ന് സെന്റ് തോമസ് ട്രഡീഷൻ ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ അതിനെ സ്വാധീനിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം അവർ ജാതി ശ്രേണിയിൽ അവർക്ക് ലഭിച്ചിരുന്ന, അവർ കൈവശം വെച്ചിരുന്ന ഒരു ഉയർന്ന ജാതി ചിന്തയും ജാതി ബോധവും ജാതി സ്ഥാനവും അപ്രകാരം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികൾ നിലവിലുണ്ടായിരുന്ന സംസ്കാരത്തെ എതിർത്തുകൊണ്ട് ഒരു കൗണ്ടർ കൾച്ചർ രൂപീകരിക്കാനോ അല്ലെങ്കിൽ ഒരു സമാന്തര കൾച്ചർ, ഒരു പാരലൽ കൾച്ചർ രൂപീകരിക്കാനോ ശ്രമിച്ചില്ല എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. ചില വിയോജിപ്പുകളൊക്കെ നിങ്ങൾക്ക് അതിനോട് പറയാൻ കഴിയുമെങ്കിൽ ഞാൻ ജനറലൈസ് ചെയ്ത് പറയട്ടെ. കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികൾ ആ കാലഘട്ടം വരെ ഒരു സമാന്തര സംസ്കാരം രൂപീകരിക്കാനോ ഒരു എതിർ സംസ്കാരം, ഒരു ബദൽ സംസ്കാരം രൂപീകരിക്കാനോ ശ്രമിച്ചില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധേയമാണ്. മതം എല്ലാ കാലത്തെയും ഏറ്റവും വലിയ സാമൂഹിക സ്ഥാപനമാണ്. അതുകൊണ്ട് സാമൂഹിക സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ ഉറവിടവും മതം തന്നെയാണ്. പ്രത്യേകിച്ച് ഇന്ത്യയെ പോലെ മതം രൂഢമൂലമായിരിക്കുന്ന ഒരു സമൂഹത്തിൽ സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ ഉറവിടം എന്ന് പറയുന്നത് മതം തന്നെയാണ്. 4-ാം നൂറ്റാണ്ടിൽ ക്രൈസ്തവ സഭ പേഗൻ മതങ്ങളിൽ നിന്ന് യൂറോപ്പിൽ കടമെടുത്തിട്ടുള്ള പല സങ്കല്പങ്ങളും പിന്നീട് കേരളത്തിലെ ക്രൈസ്തവ മതവിശ്വാസത്തിന്റെ ഭാഗമായി മാറിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇത് നാളെയോ അല്ലെങ്കിൽ ഇന്ന് തന്നെയോ ഒരുപക്ഷെ വലിയ വിമർശനത്തിന് വിധേയമാകുന്ന ചില കാര്യങ്ങളാണ് എന്ന് എനിക്ക് ഉറപ്പുണ്ട്. എങ്കിൽ പോലും ചരിത്രത്തിനെ നമുക്ക് അങ്ങനെ കണ്ണടച്ച് നിഷേധിക്കാൻ കഴിയില്ല. എന്നാൽ അതിനെ വിശ്വാസ സങ്കല്പപരമായോ സഭാസ്നേഹപരമായോ ഒക്കെ നിങ്ങൾക്ക് എതിർക്കാനായിട്ട് കഴിയും. എങ്കിലും ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു വെക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്കെല്ലാവർക്കും ലോകമെമ്പാടും ക്രിസ്ത്യാനികൾ ആരാധനയ്ക്കായി വേർതിരിച്ചിരിക്കുന്ന ദിവസം ഞായറാഴ്ചയാണ്. അതൊരു പേഗൻ മതസങ്കല്പത്തിൽ നിന്ന്, പ്രത്യേകിച്ച് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ 4-ാം നൂറ്റാണ്ടിലെ ഒരു സഭാവിശ്വാസത്തിന്റെയും സഭയുടെ ഒരു ഔദ്യോഗിക മതസ്ഥാന ലബ്ധിയുടെയും ഭാഗമായിട്ട് രൂപീകരിക്കപ്പെട്ടതാണ്. ഞായറാഴ്ച എന്ന് പറയുന്നത് സൂര്യഭഗവാന്റെ, അവരുടെ സൂര്യദേവന്റെ ആരാധനയുടെയും ദിനമായിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ അന്ന് റോമിൽ ആളുകൾ ആരാധിച്ചിരുന്ന സൂര്യദേവന്റെ ആരാധന ദിനം തന്നെ ക്രിസ്ത്യാനികളുടെ ആരാധന ദിനമായി മാറി. അത് യൂറോപ്പിലെ സഭയുടെ സംസ്കാരത്തിലേക്ക് കടന്നു വന്നതാണ്, പേഗൻ മതത്തിൽ നിന്ന് പകർത്തിയതാണ്. അത് കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളുടെ സംസ്കാരത്തിന്റെയും ഭാഗമായി. ഡിസംബർ 25 സൂര്യദേവന്റെ ജന്മദിനമായി റോമിലെ ജനങ്ങൾ മുൻപ് ആചരിച്ചിരുന്നതാണ്. അത് ക്രിസ്തുവിന്റെയും ജന്മദിനമായി, ഇതൊക്കെ നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ളതാണ്. വിശുദ്ധ കുർബാനയെ പറ്റിയും ക്രിസ്തുവിന്റെ പീഡാനുഭവത്തെയും ഈസ്റ്ററിനെ പറ്റിയും ആരാധനത്തെ പറ്റിയും ഒക്കെ തന്നെ
അത്തരം ചില പരാമർശങ്ങളുണ്ട്. എന്നാൽ ഞാനത് ഇവിടെ പറയാനായിട്ട് ഭയപ്പെടുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ക്രൈസ്തവ സംസ്കാരത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ആശയമാണ് തീർത്ഥാടനം എന്ന് പറയുന്നത്. കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളുടെ ഇടയിൽ എനിക്ക് തോന്നുന്നു നവീകരണ വിശ്വാസ സമൂഹം എന്ന് പറയുന്ന നാം ഒഴികെ ബാക്കി സുറിയാനി ക്രിസ്ത്യാനികളെല്ലാം അഭംഗുരം തുടരുന്ന ഒരു സഭാവിശ്വാസത്തിന്റെ ഒരു വഴിത്താരയാണ് തീർത്ഥയാത്ര എന്ന് പറയുന്നത്. 4-ാം നൂറ്റാണ്ടിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ മാതാവ് ഹെലേന യെരുസലേമിലേക്ക് തീർത്ഥാടനം നടത്തുകയും കുരിശിനെ യാത്ര ചെയ്യുകയും യേശുവിനെ കുരിശിൽ തറച്ച് യഥാർത്ഥ കുരിശ് കണ്ടെത്തുകയും അതിലേക്കുള്ള യാത്രയെ പ്രോത്സാഹിപ്പിക്കുകയും റോമിന്റെ തീർത്ഥാടന കേന്ദ്രമായി റോമിനെ പിന്നീട് തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുകയും ചെയ്യുന്ന ചരിത്ര സംഭവങ്ങൾ പിന്നീട് നമുക്കറിയാം. ക്രിസ്തുമതത്തെ മാത്രം ലക്ഷ്യം വെക്കുന്നതിനാൽ ബാക്കിയുള്ള എല്ലാ മതകേന്ദ്രങ്ങളും മത ആരാധനാ കേന്ദ്രങ്ങളും തകർക്കപ്പെടുന്ന ഒരു സംഭവവും യൂറോപ്പിലെ ചരിത്രത്തിന്റെ സഭയുടെ ചരിത്രത്തിന്റെ അകത്തുണ്ട്. അതുകൊണ്ട് തന്നെ തീർത്ഥാടനം സഭയുടെ സംസ്കാരത്തിലേക്ക് കടന്നു വന്നത് ഇത്തരം ഒരു യൂറോപ്യൻ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടാണ്. വിശുദ്ധന്മാരുടെ തിരുശേഷിപ്പുകൾ എന്ന പേരിൽ യഥാർത്ഥമായിട്ടുള്ളോ അല്ലാത്തതോ കണ്ടെത്തി കൊണ്ടുവന്ന് വണങ്ങുന്നതിനും അതിലേക്ക് തീർത്ഥയാത്ര നടത്തുന്നതിനുമുള്ള ഒരു സംസ്കാരം നമുക്ക് ലഭിച്ചത് അവിടെ നിന്നാണ്. സ്തേഫാനോസിന്റെ ശവശരീരത്തിന്റെ അവശിഷ്ടം എന്ന പേരിൽ യഥാർത്ഥത്തിലുള്ളതാണോ അല്ലയോ എന്ന് DNA പരിശോധന നടത്താൻ ഇന്ന് സാധ്യമല്ലല്ലോ. അതിലേക്കുള്ള തീർത്ഥയാത്ര, ഇത്തരം തീർത്ഥയാത്രകൾ പ്രോത്സാഹിപ്പിക്കപ്പെട്ടത് 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതില് ബാക്കി വന്ന ഒരപ്പമാണ് ഇതേ എന്ന് പറഞ്ഞു കൊണ്ട് മാറ്റിവെച്ച് അതിലേക്ക് തീർത്ഥയാത്ര യാത്ര നടത്തുന്ന യൂറോപ്യന്റെ വിശ്വാസ സഞ്ചാരത്തിന്റെയും തീർത്ഥയാത്രയുടെയും കഥകളൊക്കെ നമ്മുടെ മുൻപിലുണ്ട്. യോഹന്നാൻ സ്നാപകന്റെ ശിരസ് എന്ന പേരിൽ 100 കണക്കിന് ശിരസുകൾ യൂറോപ്പിൽ പ്രദർശിപ്പിച്ച് തീർത്ഥയാത്ര നടത്തുന്ന ചരിത്ര സംസ്കാരവും നമ്മുടെ മുൻപിൽ ഉണ്ട്. ഇനിയും ചരിത്രത്തിന്റെ കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളുടെ ചരിത്രത്തിന്റെ മറ്റൊരു ഏടിലേക്ക് പോകട്ടെ. അതൊരു മാന്ത്രികതയുടെ അംശമാണ്. കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളുടെ സംസ്കാരത്തിൽ മാന്ത്രികത കാര്യമായി അലിഞ്ഞു ചേർന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് എന്റെ പരിപൂർണമായ വിശ്വാസം. അല്ലെങ്കിൽ അതിനെ ഒരു വിശ്വാസപരമായ ഒരു എതിർപ്പ് മുന്നോട്ട് വെക്കേണ്ടത് ആവശ്യമാണ്. ശാസ്ത്രം വികസിക്കുന്നത് വരെ ശാസ്ത്രം എന്ന ജ്ഞാന ശാഖയുടെ ഇരിപ്പിടം കൈവശപ്പെടുത്തിയിരുന്നത് മാന്ത്രികത തന്നെയാണ്. അത് ഇന്ത്യയിലായിരുന്നാലും യൂറോപ്പിലായിരുന്നാലും മാന്ത്രികത ജ്ഞാനത്തിന്റെ അറിവിന്റെ ഇരിപ്പിടം കൈവശമാക്കിയിരുന്നു എന്നുള്ളതാണ്. കേരളത്തിൽ 16-ാം നൂറ്റാണ്ട് വരെ ഹിന്ദു മതത്തിൽ ആഭിചാര മന്ത്രവാദങ്ങൾ ധാരാളമായിട്ടുണ്ടായിരുന്നു. അത് ക്രൈസ്തവരും സ്വീകരിച്ചിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. 16-ാം നൂറ്റാണ്ടിൽ നിന്ന് ഇന്ന് 21-ാം നൂറ്റാണ്ടിൽ എത്തി നിൽക്കുന്ന സവർണ ക്രൈസ്തവർ എന്ന് പറയുന്ന സുറിയാനി ക്രിസ്ത്യാനികൾ ഇന്നും അതുകൊണ്ട് തന്നെയാണ് നേരം നോട്ടവും മുഹൂർത്തവും ശകുനവും ഒക്കെ നോക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. അപ്പോൾ മാന്ത്രികതയും ഒരു അതൈവ വിശ്വാസവും കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളുടെ സംസ്കാരത്തിൽ ഉണ്ട് എന്നുള്ളതിനെ നമുക്ക് നിഷേധിക്കാനായിട്ട് കഴിയില്ല. പേഗൻ മതങ്ങളിലെ മാന്ത്രിക അംശങ്ങൾ ഏറെയും കുറഞ്ഞും കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളുടെ ഇടയിലുണ്ട്. ഉദാഹരണം, രോഗസൗഖ്യം, കോഴി നേർച്ച, ഇടപ്പള്ളി പള്ളിയിലെ കിണറ്റിൽ നിന്നും വെള്ളം കോരി കുടിച്ചാൽ രോഗസൗഖ്യം ഉണ്ടാകും. അതുപോലെ തന്നെ വല്ലാർപാടം പള്ളിയുടെ മുൻവശത്തെ ചൂലെടുത്ത് തൂത്താൽ ചൂൽ നേർച്ച. ചില ആരാധനകളിലെ, പ്രത്യേകിച്ച് എപ്പിസ്കോപ്പൽ ഇതര സഭകൾക്കുള്ളിലെ ആരാധനകളിൽ കടന്നുകൂടിയിരിക്കുന്ന ചില ഹർഷോന്മാദ അവസ്ഥകള്, പുരോഹിതന്മാർ ചില അവസരങ്ങളിൽ മാന്ത്രിക രൂപം ധരിക്കുന്ന ചില അവസ്ഥകൾ, ഓരോ രോഗത്തിനും ഓരോ വിശുദ്ധനെ കൽപ്പിച്ചു നൽകുന്ന നമ്മുടെ ചില സുറിയാനി ക്രൈസ്തവ ഇടങ്ങളിലെ ചില ആരാധനാ കേന്ദ്രങ്ങളും ചില പാരമ്പര്യങ്ങളും, കുർബാന അപ്പം പോലും കഴിക്കാതെ കഴിച്ചു എന്ന നാട്യേന അത് വീട്ടിൽ കൊണ്ടുവന്ന് കുപ്പിയിൽ രഹസ്യമായി വീട്ടിൽ സൂക്ഷിച്ചു വെച്ച് അതിനെ വണങ്ങുകയും ദിനംതോറുമുള്ള പ്രാർത്ഥനയിൽ അതിനെ കുമ്പിടുകയും ചെയ്യുന്ന സുറിയാനി ക്രിസ്ത്യാനികളും ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട് എന്ന് പറയുമ്പോൾ അതിൽ മറ്റൊന്നും നമുക്ക് കാണാനായിട്ട് കഴിയുകയില്ല. അപ്പോൾ മറ്റു മതങ്ങളിലെ മാന്ത്രികതയിൽ പിശാചാണ്, ദുരാത്മാവാണ് മാന്ത്രികതയുടെ ശക്തിയെങ്കിൽ കേരളത്തിലെ സവർണ ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ സുറിയാനി ക്രിസ്ത്യാനികൾ
തങ്ങളുടെ സംസ്കാരത്തിലെ മാന്ത്രികതയെ വ്യാഖ്യാനിച്ചെടുക്കുന്നത് അത് ദൈവത്തിന്റെ ശക്തിയാണെന്നുള്ളത്. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി എന്നോ ദൈവത്തിന്റെ ശക്തി എന്നോ പറയും. വ്യാഖ്യാനങ്ങളിൽ വ്യത്യാസമുണ്ട്. വിശുദ്ധന്റെ കട്ടിലിൽ തൊട്ടാലോ വിശുദ്ധന്റെ പാതകങ്ങളിൽ തൊട്ടാലോ വിശുദ്ധന്റെ നാമം ധരിച്ചതിലൂടെയോ രക്ഷ നേടാം എന്ന് കരുതുന്നതും അത്തരം ചില ചിന്തകളുടെ ഭാഗമാണ് എന്ന് നാം കരുതേണ്ടത് ആവശ്യമാണ്. കേരളത്തിലെ സംസ്കാരങ്ങളിൽ മറുവിശ്വാസങ്ങളെ, മറു ദൈവസങ്കല്പങ്ങളെ തങ്ങളുടെ മതസങ്കല്പങ്ങളോട് ചേർത്ത് നിർത്തിയ ചില കാഴ്ചകളൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാമെന്ന് ആഗ്രഹിക്കുന്നു. കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ചില തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് പോകാം. പുതുപ്പള്ളി പള്ളി എന്ന് പറയുന്ന പള്ളിയിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടുത്തെ വിശുദ്ധനായ സെന്റ് ജോർജും തൊട്ടടുത്തുള്ള ഭദ്രകാളിയും സഹോദരന്മാരാണ് എന്നുള്ള ഒരു വലിയ വിശ്വാസം ഇന്നും അവിടെ നിൽക്കുന്നുണ്ട്. ഭദ്രകാളിക്ക് നൽകുന്ന കോഴി ബലിയുടെ അല്ലെങ്കിൽ മറ്റു ബലിയുടെ രക്തം കാളി കഴിക്കുകയും മാംസം സെന്റ് ജോർജിന് കൊടുക്കുകയും ചെയ്യുന്നു എന്ന സങ്കല്പവും വിശ്വാസവും ഇന്നും അവിടുത്തെ നേർച്ച കഴിയും. മണർകാട് പള്ളി, തൊട്ടടുത്ത മണർകാട് പള്ളി, പുതുപ്പള്ളി പള്ളിയിൽ അതുണ്ടെങ്കിൽ എന്തുകൊണ്ട് മണർകാട് പള്ളിയിലായിക്കൂടാ? മണർകാട് കണ്ണകി ക്ഷേത്രത്തിലെ കണ്ണകി ദേവിയും സെന്റ് മേരിയും മണർകാട് പള്ളിയിലെ കന്യകമറിയാമും സഹോദരിമാരാണ് എന്നുള്ള ഒരു ചിന്ത നമുക്ക് അവിടെ കാണാൻ കഴിയും എന്ന് കാണുന്നു. സെന്റ് ജോർജും വിഷ്ണുവും ഹൈന്ദവ ആരാധനയിലെ വിഷ്ണു ഭഗവാനും സഹോദരന്മാരാണ് എന്ന് പഠിപ്പിക്കുന്ന വിശ്വാസം ഈ പ്രദേശങ്ങളിൽ ഉണ്ട് എന്ന് പൗലോസ് മാർ ഗീർഗറിയോസ് തിരുമേനി തന്നെ തന്റെ എഴുത്തിന്റെ അകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സെന്റ് തോമസിനെയും കുരിശിനെയും ഹിന്ദുക്കളും അംഗീകരിച്ചിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഉദാഹരണമായി കോഴി നേർച്ച, അതുപോലെ തന്നെ കോഴി ബലി 2 ആരാധനാ കേന്ദ്രങ്ങളിലും, ഹൈന്ദവരുടെ ആരാധന ഇടങ്ങളിലും സുറിയാനി ക്രിസ്ത്യാനികളുടെ ആരാധന ഇടങ്ങളിലും ഉണ്ടായിരുന്നു എന്നുള്ളതിന് സംശയമില്ല. അമ്പലപ്പുഴയിലെ ശിവക്ഷേത്ര ഘോഷയാത്രയിൽ തോമാസ് ലീഹായുടെ അല്ലെങ്കിൽ സെന്റ് തോമസിന്റെ രൂപവും തുടർച്ചയായി അവർ ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് ഇരു മതങ്ങളും തമ്മിലുള്ള, ഇരു സംസ്കാരവും തമ്മിലുള്ള ഒരു ബന്ധത്തെയും പരസ്പരം അതിനെ കോട്ടം തട്ടാതെ സൂക്ഷിക്കുന്നതിനെയും സൂചിപ്പിച്ചിരുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. പ്രസിദ്ധ ചരിത്രകാരനായ അനന്തകൃഷ്ണ അയ്യർ തന്റെ കൊച്ചിൻ ട്രൈബ്സ് ആൻഡ് കാസ്റ്റ് എന്ന ഗ്രന്ഥത്തിൽ മറ്റൊരു കഥയോടെ എഴുതി വെച്ചിട്ടുള്ളത് നിങ്ങളുടെ മുൻപിലേക്ക് ഞാൻ കൊണ്ടുവരാം. അത് കൊടുങ്ങല്ലൂർ ഭഗവതിയും സെന്റ് തോമസും തമ്മിലുള്ള ഒരു ബന്ധമാണ്. കൊടുങ്ങല്ലൂർ ഭഗവതിയും സെന്റ് തോമസും തമ്മിലെ ഏറെ വാദപ്രതിവാദങ്ങളാണ്. കൊടുങ്ങല്ലൂരിൽ ഇരുന്ന വാദപ്രതിവാദം നടക്കുകയാണ്. ആരുടെ മതമാണ് ഏറ്റവും വലിയ മതം എന്നുള്ളൊരു തർക്കം നടക്കുകയാണ്. ആ തർക്കത്തിന്റെ ഒടുവിൽ ഗതികെട്ട് ഭഗവതി ഇറങ്ങി ഓടുകയാണ്. കൊടുങ്ങല്ലൂർ ഭഗവതി സെന്റ് തോമസിനോട് യാത്ര പറഞ്ഞ് ഇറങ്ങി ഓടുകയാണ്. തർക്കം മതിയാക്കി അവർ ഓടുകയാണ്. ഇയാളോട് തർക്കിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ നദി കടന്ന് തന്റെ ക്ഷേത്രത്തിലേക്ക് നദി കുറുകെ ചാടി നദിയിൽ നീന്തി സെന്റ് തോമസിന്റെ അടുക്കൽ നിന്ന് അങ്ങോട്ട് പോവുകയാണ്. സെന്റ് തോമസും പുറകെ ചാടി. സെന്റ് തോമസും നദി കുറുകെ ചാടി ദേവിയുടെ ക്ഷേത്രത്തിലെത്തി. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെത്തിയ ദേവി അതിന്റെ കോവിലിന്റെ കഥ അടയ്ക്കാൻ ശ്രമിച്ചപ്പോ തോമസ് ലീഹ തന്റെ കാല് അവിടെ വെച്ചു. ആ കഥ കടയ്ക്കാതിരിക്കാൻ അവിടെ വെക്കുകയും രണ്ടുപേരും ഏറെ നേരം അവിടെ നിന്ന് ആ കഥ കടയ്ക്കാൻ കഴിയാത്ത വണ്ണം 2 കൽത്തൂണുകളായി മാറുകയും ചെയ്തു എന്നുള്ള കഥ വരെ പ്രചരിക്കപ്പെടുന്ന ഒരു നാടാണ് നമ്മുടേത്. അങ്ങനെ ഒരു സംസ്കാരമാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളുടെ സംസ്കാരം പൂർണ്ണമായും ക്രിസ്തു സംസ്കാരമോ ക്രിസ്തു നൽകിയ സംസ്കാരമോ അല്ല. തീർച്ചയായും ദൈവവചനം നമുക്ക് നൽകിയിട്ടുള്ള സംസ്കാരവും അല്ല. ഇത് ഒരു ക്രിസ്ത്യനൈസേഷൻ ഓഫ് മൾട്ടിപ്പിൾ കൾച്ചേഴ്സ് ആണ്. പലവിധ സംസ്കാരത്തെ ക്രിസ്തീയ പരിപ്രേക്ഷ്യത്തിൽ, ക്രിസ്തീയ വീക്ഷണത്തിൽ വ്യാഖ്യാനിക്കാനും ചേർത്ത് നിർത്താനും തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസൃതമായി അതിനെ ഉപയോഗിക്കാനും ശ്രമിച്ച ഒരു സംസ്കാരം തന്നെയാണ് കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനി സംസ്കാരം. ചരിത്രത്തിന്റെ കാലഘട്ടത്തിന്റെ സ്വഭാവം അനുസരിച്ചത് അത് കൃത്യമായി പ്രയോഗിക്കാൻ കഴിവുള്ള സുറിയാനി ക്രിസ്ത്യാനികൾ അതത് കാലഘട്ടത്തിൽ അത് ഭംഗിയായി ഉപയോഗിച്ചു. ഇന്നും അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കേരളത്തിലെ ക്രൈസ്തവ സംസ്കാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞുകൊണ്ടും തുറന്ന ചർച്ചയ്ക്കായി ഈ വിഷയം നിങ്ങളുടെ മുൻപിലേക്ക് വെച്ചുകൊണ്ടും ഇത്രയും നേരം എന്നെ സഹിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി അറിയിച്ചുകൊണ്ടും തൽക്കാലം ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. നന്ദി. താങ്ക് യു വെരി മച്ച് കോശി മത്തായ സർ.
വളരെ ഗഹനമായ ഒരു വിഷയം താങ്കൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അവതരിപ്പിച്ചു. ശരിക്കും സാറ് പറയാൻ ശ്രമിച്ചത് ക്രിസ്ത്യനൈസേഷൻ ഓഫ് മൾട്ടിപ്പിൾ കൾച്ചേഴ്സ്, അതാണ് നമ്മളുടെ സുറിയാനി ക്രിസ്ത്യാനികളുടെ പാരമ്പര്യം. അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അറിയാൻ സാധിക്കുന്നത് എന്നുള്ള വിഷയം ആണ് സാറ് ആദ്യമായിട്ട് അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. ഇന്ന് കാണുന്ന നമ്മുടെ സുറിയാനി ക്രിസ്ത്യാനികളുടെ ഇടയിൽ കാണുന്ന പലവിധമായിട്ടുള്ള ആചാരങ്ങൾ, കടന്നു വന്ന നാൾ വഴികൾ സാറ് വളരെ വിശദമായിട്ട് അതിന് തൊട്ട് പോയി. വിശദമായിട്ട് സംസാരിച്ചില്ല, എന്നാലും അതിൻ്റെ മേഖലകളെല്ലാം തൊട്ട് പോയി. ജനനം, വിവാഹം, മരണം എന്നീ മേഖലകളിലെല്ലാം നമ്മൾ ഇന്ന് ഫോളോ ചെയ്യുന്ന പല കാര്യങ്ങളെക്കുറിച്ചും സാറ് നമുക്കൊന്നൊരു ഇൻഡിക്കേഷൻസ് നൽകുന്നു. സമുദായവും സഭയും വ്യത്യസ്തമായിട്ട് കാണണം എന്ന് സാറ് പറഞ്ഞു. പിന്നെ നമ്മളുടെ സുറിയാനി ക്രിസ്ത്യാനികളുടെ വിശ്വാസ വളർച്ചയിൽ പലവിധമായിട്ടുള്ള ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ടെന്ന് സാറ് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് പലർക്കും ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു വിഷയം സാറ് പറഞ്ഞു. ഞായറാഴ്ച ആരാധനയ്ക്ക് വേണ്ടി സെലക്ട് ചെയ്തത് ഒരു പേജൻ വർഷിപ്പിൻ്റെ അതിൻ്റെ ഇൻഫ്ലുവൻസിലാണ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കാലത്ത് ഞായറാഴ്ച ആരാധനയ്ക്ക് വേണ്ടി സെലക്ട് ചെയ്തതെന്ന് പറഞ്ഞു. ഡിസംബർ 25-നെ കുറിച്ചുള്ള വിഷയം നേരത്തെയും പലരും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ക്രിസ്മസ് ആഘോഷത്തിൻ്റെ സെലക്ഷൻ ഇതുപോലെ സൺ ഗോഡിൻ്റെ ജനനവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ദിവസമാണ്. അതുപോലെ തന്നെ യൂറോപ്യൻ ഇൻഫ്ലുവൻസ് സുറിയാനി ക്രിസ്ത്യാനികളുടെ ഇടയിൽ വരുന്നതിന് മുമ്പ് യേശു അനേക ദേവന്മാരുടെ ഇടയിലുള്ള ഒരു ദേവനായിട്ട് മാത്രമാണ് സുറിയാനി ക്രിസ്ത്യാനികളുടെ ഇടയിൽ കരുതപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ക്രിസ്ത്യാനികൾ അനേക സമുദായങ്ങളിൽ ഒരു ആയിരുന്നു. അങ്ങനെയാണ്, ഒരു സഭയായിരുന്നില്ല. ഇതൊക്കെ സാറ് പറഞ്ഞ പ്രധാന പോയിന്റുകൾ ഉള്ളതാണ്. പിന്നെ നമ്മളുടെ ഇടയിലുള്ള മുഹൂർത്തം നോട്ടം, നേരം നോട്ടം, പലതരത്തിലുള്ള നേർച്ചകൾ, ഇതെല്ലാം മന്ത്രവാദത്തിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് നമ്മുടെ സുറിയാനി സഭയിലെ വിശ്വാസാചാരങ്ങൾക്കിടയിലേക്ക് കടന്നു വന്നിട്ടുള്ളത് എന്ന് സാറ് പറഞ്ഞു. പിന്നെ മറ്റുള്ള സമുദായങ്ങളുമായിട്ടുള്ള ബന്ധം, അതിൽ കൂടെയാണ് ഈ പറഞ്ഞ പോലെ സെന്റ് ജോർജും കാളിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, മണർകാട് പള്ളിയിലെ ആചാരങ്ങൾ, കോഴി നേർച്ച, കോഴിബലി, അമ്പലപ്പുഴ ഘോഷയാത്ര, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ഈ കേരളത്തിൽ മറ്റുള്ള സമുദായങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റുള്ള കൾച്ചറുകളിൽ നിന്ന് ഇൻഫ്ലുവൻസ് ആയിട്ട് നമ്മുടെ സമുദായത്തിൽ വന്നതാണ്. ഇതൊക്കെയാണ് സാറ് നമ്മളുടെ മുമ്പിൽ നിന്ന് പ്രസന്റ് ചെയ്ത വിഷയം. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു വിഷയത്തെ ആസ്പദമാക്കിയിട്ട് മറ്റുള്ളവർക്ക് സംസാരിക്കാനുള്ള അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരമാണ്. അങ്ങനെ ഹാൻഡ് സിമ്പൽ ഉയർത്തുകയാണെങ്കിൽ അതനുസരിച്ച് ഞാൻ ഓരോരുത്തരെയും സംസാരിക്കാനായിട്ട് ക്ഷണിക്കാം. ആരും ഇതുവരെ ഒരു കൈ ഉയർത്തി കണ്ടില്ല. രണ്ട് കൈ ഒരുമിച്ച് വന്നു. അപ്പോൾ അതിൻ്റെ പ്രയോറിറ്റി അച്ഛന് തന്നെ കൊടുക്കാം. രാജു അഞ്ചേരി അച്ഛൻ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കും. അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. സാറേ, സാറിൻ്റെ അനാലിസിസ് ഒക്കെ വളരെ ഗംഭീരമായിരിക്കും. ഒരു അച്ഛൻ്റെ ഓഡിയോ സൗണ്ട് ക്ലിയർ അല്ല. അച്ഛൻ വീഡിയോ ഓഫ് ചെയ്തിട്ട് ഓഡിയോ മാത്രമായിട്ട് പറയാമോ? കേൾക്കാമോ? കേൾക്കാം. പക്ഷേ ഈ സുറിയാനി ക്രിസ്ത്യാനിക്കാരുടെ ഒരു അഹങ്കാരമൊന്നും പൊങ്ങച്ചമെന്നും ഒക്കെ പറയാവുന്ന ഈ സെന്റ് തോമസ് ട്രഡീഷൻ, സെന്റ് തോമസ് വരുമ്പോൾ ഇവിടെ ബ്രാഹ്മണരുണ്ടായിരുന്നു. ബ്രാഹ്മണ മഠങ്ങളോട് ചേർന്നാണോ സെന്റ് തോമസിന്റെ ആക്ടിവിറ്റീസ് ഒക്കെ മുന്നേറിയത്? അതോ സെന്റ് തോമസ് വന്നപ്പം ഇവിടുത്തെ ദ്രാവിഡർ മാത്രമേ ഉണ്ടായിരുന്നു? സെന്റ് തോമസിന്റെ വരുന്ന കാലത്ത് ബ്രാഹ്മണര് കേരള ചരിത്രത്തിലേക്ക് പ്രവേശിക്കുന്ന 6ഓ 7ഓ നൂറ്റാണ്ടിലാണോ? സാറ് ചരിത്രാധ്യാപകനായതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തമായിട്ട് പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
അപ്പം ആ ട്രഡീഷൻ ബ്രാഹ്മണരെ കൺവേർട്ട് ചെയ്തു, പകലോമറ്റംകാരാണ്, മറ്റവരാണ്, 7 ഇല്ലങ്ങളാണെന്നൊക്കെ പറയുന്ന ഈ പൊങ്ങച്ചം, സുറിയാനി ക്രിസ്ത്യാനികളുടെ പൊങ്ങച്ചം വെറും പൊള്ളയാണ്. അത് ഈ സമൂഹത്തിലെ മറ്റ് സമൂഹത്തിൽ നിന്ന് മേലെ ഞങ്ങൾ ബ്രാഹ്മണരാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമത്തിൻ്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ടാണ് ദളിതരോടുള്ള ഒരു തുറവി ഉണ്ടായിട്ടും ദളിതരെ നമ്മളോട് ഒപ്പം കൂട്ടാൻ നമ്മൾ സാധിക്കാതിരിക്കുന്നു. നമ്മളിപ്പോഴും സുറിയാനിക്കാര് ബ്രാഹ്മണരാണെന്നും ദളിതര് താണജാതിക്കാരാണെന്നും വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ക്രിസ്തീയ സഭയ്ക്കുള്ളിലെ ദളിത് സമൂഹം നിലനിൽക്കുന്നത്. അവർ നമ്മിൽ നിന്ന് അകന്നു പോകുന്നതും അതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ സഭയുടെ തുല്യത നമ്മുടെ സുറിയാനി ക്രിസ്ത്യാനികൾക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കാതിരിക്കുന്നത് ഈ തെറ്റായ സെൻറ് തോമസ് പാരമ്പര്യത്തിൻ്റെയും സങ്കല്പത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും ഫലമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് സാർ അതിനോട് റിയാക്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. സാറേ, ജേക്കബ് മാത്യു സാറേ ഒടിവ് റെസ്പോണ്ട് ചെയ്താൽ മതിയോ, അതോ അതത് സമയത്ത് എങ്ങനെയാണ്? ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നമ്മള് ആ റെസ്പോണ്ട് 1 to 1 ആൻസർ കൊടുക്കുകയാണ് നമ്മുടെ സിസ്റ്റം. ഓക്കെ. ആ, നമ്മുടെ ചർച്ചയുടെ വിഷയം അതായിരുന്നില്ല. എങ്കിലും രാജു അഞ്ചേരി അച്ഛനും ഞാൻ ആ വിഷയം അധികം ചർച്ച ചെയ്യാതെ വിട്ടതാണ്. ഞാൻ പറഞ്ഞ ഒരു 6 വെബിനാറിന് ചർച്ച ചെയ്യേണ്ട കാര്യം, ഈ തോമാസ് ലീഗായുടെ വരവിനെ പറ്റി ചരിത്രപരമായ യാതൊരു തെളിവുകളും ഇല്ല. എന്നാൽ അതൊരു പാരമ്പര്യമായ വിശ്വാസമായിട്ട് നമ്മൾ കൊണ്ട് നടക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരേ സമയം ഒരു അഭിമാനവും അഹങ്കാരവുമായിട്ട് നമ്മൾ കൊണ്ട് നടക്കുന്ന ഒരു കാര്യമാണ്. തോമാസ് ലീഗായുടെ വരവിനെ സംബന്ധിച്ചുള്ള തെളിവുകളൊന്നുമില്ല. ഈ തോമാസ് ലീഗ ഈ കാലഘട്ടത്തിൽ തന്നെ എഡേസയിൽ പോയിട്ടുണ്ട്, അതുപോലെ തന്നെ പാർത്തിയൻ രാജ്യത്ത് ഗോണ്ടബോറസിന്റെ അടുക്കെ പോയിട്ടുണ്ട്. എവിടെയൊക്കെ പോകാം ആ സ്ഥലമത്തൊക്കെ തോമാസ് ലീഗ അവിടെയൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചരിത്രമൊക്കെ എഴുതിയിട്ടുണ്ട്, പാരമ്പര്യം വെച്ചിട്ടുണ്ട്. എന്നാൽ 1-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ബ്രാഹ്മണരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. 6-ാം നൂറ്റാണ്ട് മുതലാണ് സംഘടിതമായി കേരളത്തിലേക്ക് ബ്രാഹ്മണർ എത്തിയത്. എന്നാൽ 1-ാം നൂറ്റാണ്ടിന്റെ കാലഘട്ടത്തിൽ തന്നെ 1, 2 നൂറ്റാണ്ടുകളിലൊക്കെ തന്നെ വളരെ സ്കാറ്റേർഡായി കേരളത്തിൽ അവരുണ്ടായിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കേരളത്തിൽ 1, 2 നൂറ്റാണ്ടുകളിൽ, പ്രത്യേകിച്ച് BC ഒരു 3, 2, 1 ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ ഒരു 4-ാം നൂറ്റാണ്ട് വരെ കേരളത്തിൽ ബുദ്ധമതം വളരെ ശക്തമായിരുന്നു. അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ ബുദ്ധമതത്തോട് ആശയപരമായി താത്വികമായി നേരിടാൻ കഴിയാതെ വന്നതുകൊണ്ട് തന്നെ ഉണ്ടായിരുന്ന ബ്രാഹ്മണർ വളരെ നിശബ്ദരായിരുന്നു. അവർക്ക് ഒരു കാലഘട്ടത്താലും ഒരു എതിർക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ ബ്രാഹ്മണരുടെ ഒരു ആധിപത്യം, അവരുടെ ഒരു ചരിത്ര സംഘടിത ശക്തി എന്നുള്ള ചരിത്രം നമുക്ക് കാണാൻ കഴിയുന്നത് 6-ാം നൂറ്റാണ്ട് മുതലാണ്. രാജു അഞ്ചേരി അച്ഛൻ പറയുന്ന പോലെ തോമാസ് ലീഗായുടെ ഒരു പാരമ്പര്യം നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്നത് അത് ശരിയോ തെറ്റോ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു അതൊരു വെബിനാർ ആണെങ്കിൽ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം, അതിന്റെ തെളിവുകളും അല്ലാത്തതും ഒക്കെ നമുക്ക് ചർച്ച ചെയ്യാം. എന്നാൽ നമ്മളത് ഉപയോഗിക്കുന്നത്, ബോധപൂർവ്വം ഉപയോഗിക്കുന്നത് നമ്മുടെ ഈ ഒരു സോക്കോൾഡ് സവർണ സുറിയാനി പാരമ്പര്യത്തിന്റെ ബാഹ്യരൂപം കുറച്ചുകൂടി ഭദ്രമാക്കാനും ആ ചട്ടക്കൂടിലേക്ക് മറ്റുള്ളവർ പ്രവേശിക്കാതിരിക്കാനുമാണ് നമ്മളത് കൂടുതൽ ഉപയോഗിക്കുന്നത് എന്നുള്ള രാജു അഞ്ചേരി അച്ഛന്റെ നിരീക്ഷണത്തോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു. താങ്ക് യു സാർ. വിൽസൺ സാർ കേൾക്കാമല്ലോ? കേൾക്കാം. ഞാന് വളരെ സന്തോഷത്തോടു കൂടിയാണ് കോശി മത്തായി സാറിന്റെ പ്രഭാഷണം ശ്രവിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് പൊതുവെ ചരിത്രം ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. പ്രത്യേകിച്ച് ക്രൈസ്തവ ചരിത്രവും സഭാ ചരിത്രങ്ങളൊക്കെ ഒത്തിരി ആഴത്തിൽ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് സാറ് പറഞ്ഞതില് രാജീവഞ്ചേരി അച്ഛൻ അത് ചൂണ്ടിക്കാട്ടി. എന്നാൽ പോലും സാറിന്റെ പ്രഭാഷണത്തില് സാറ് പറഞ്ഞത് ഒരു ബ്രാഹ്മണിക്കൽ ബന്ധം ഇല്ലാത്ത ഒരു രീതിയിൽ പോകണമെന്നാണ് പറഞ്ഞെങ്കിൽ പോലും സാറിന്റെ ഈ പ്രഭാഷണത്തിൽ ഒരു ബ്രാഹ്മണ ബന്ധങ്ങളെ അല്ലെ കേരളത്തിലെ നമ്പൂതിരി ബ്രാഹ്മണരുമായിട്ടുള്ള നമ്മുടെ ബന്ധങ്ങൾ എടുത്തു കാട്ടാൻ സാറ് കൂടുതൽ ശ്രമിച്ചതുപോലെ തോന്നി. ഒത്തിരി കാരണങ്ങൾ അതിന്റെ തെളിവായിട്ട് ഇതിനു മുമ്പ് ഞാൻ കേൾക്കാത്ത ചില കാര്യങ്ങൾ പോലും കേട്ടിട്ടുണ്ട്. ഓക്കെ, നല്ല കാര്യം, അത് അറിയാൻ സാധിച്ചു. അങ്ങനെ ഒരു സൂചനയുണ്ട്. പിന്നെ ഞാൻ എന്റെ ചോദ്യമായിട്ട് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഈ സാറ് ആദ്യം പറഞ്ഞു 6-ാം നൂറ്റാണ്ട് മുതല് 15-ാം നൂറ്റാണ്ട് വരെയുള്ള കേരള
സുറിയാനി ക്രൈസ്തവര് യാഥാസ്ഥിതികരും അധികാരത്തോട് ചേർന്ന് വളരെ അധികാരം നേടി അവരോട് ഒട്ടിയുന്ന ആൾക്കാരുമായിരുന്നു എന്നൊരു പിന്നെ സാറ് പറഞ്ഞായിരുന്നു. പക്ഷെ എനിക്കതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നത്, അതായത് പിന്നെ ജ്ഞായിത്തൊമ്മന്റെ വരവിന് ശേഷം, അത് 4-ാം നൂറ്റാണ്ടിലാണ്, അതിനുശേഷം പിന്നെ ഉള്ളത് ഈ തരിശാപ്പള്ളി ശാസനമാണ്. സാനു രവിവർമ്മൻ കൊടുത്ത ആ ശാസനവും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് കറക്റ്റ് കേരള ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ബാക്കി കാലഘട്ടം 15-ാം നൂറ്റാണ്ട്, അതായത് ഉദയംപേരൂർ സുനോദോസ് വരുന്നിടം വരെയുള്ള കാലഘട്ടത്തിലെ കാര്യമായ ഒരു തെളിവുകൾ കേരള ചരിത്രത്തിലെ ക്രൈസ്തവരുടേതായിട്ട് ഉള്ളതായിട്ട് എനിക്കറിയില്ല. ഞാൻ അത് പറഞ്ഞതിന് ഞാൻ നിഷേധിക്കുമല്ല, ഞാൻ അതിനെ അംഗീകരിച്ചുകൊണ്ട് പറയുന്നു. ആ രേഖകളൊക്കെ ലഭിക്കുന്ന ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണെന്നൊന്ന്, അത് എവിടെ നിന്നാണ് സാറിന് ഈ ആശയങ്ങളൊക്കെ കിട്ടിയതെന്ന് പറഞ്ഞു തന്നാൽ അത് വായിക്കാനും അത് വാങ്ങിച്ചു വായിക്കാനുമായിട്ട് സാധിക്കും. അതൊന്ന് സാറ് വ്യക്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നു. രണ്ടാമത്, സാറ് ഈ കേരളത്തിലെ ക്രൈസ്തവരെ സംബന്ധിച്ച് അവര് തദ്ദേശീയമായ ആചാരാനുഷ്ഠാനങ്ങളെ നശിപ്പിക്കാതെ അത് ഉൾക്കൊള്ളുവാനായിട്ട് ശ്രമിച്ചു എന്ന് പറഞ്ഞ സമയത്ത് സാറ് പറഞ്ഞു യൂറോപ്പിലെ ക്രൈസ്തവരെ അവിടുത്തെ തദ്ദേശീയ ആചാരങ്ങളെയെല്ലാം തകർത്തു, പേഗൻ സംസ്കാരങ്ങളെയെല്ലാം തകർത്തു എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ സാർ ഒടുവിലേക്ക് വരുമ്പം ഈ പറഞ്ഞ സൂര്യദേവനെ ആരാധിക്കുന്നതും ക്രിസ്മസിന്റെ കാര്യങ്ങളും കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ഈ പേഗൻ സംസ്കാരം എങ്ങനെ ക്രൈസ്തവ സംസ്കാരത്തിനോട് ചേർത്ത കാര്യങ്ങളും എല്ലാം സാറ് പിന്നെ പറയുന്നുണ്ട്. അപ്പം അതിലൊരു വൈരുദ്ധ്യതയില്ലേ? അത് ഇത് രണ്ടും കൂടെ പൊരുത്തപ്പെട്ടുന്നില്ല. അതൊന്ന് സാർ വിശദീകരിച്ചാൽ മതി. ഞാൻ അത് വിമർശിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, അങ്ങനെ പറയാനുള്ള സാഹചര്യം പറഞ്ഞാൽ മതി. പിന്നെ ഈ കേരള ക്രൈസ്തവ ചരിത്രം പഠിക്കുമ്പോൾ 17-ാം നൂറ്റാണ്ടിലാണ് സുറിയാനി എന്ന വേർഡ് പിന്നെ ആദ്യമായിട്ട് കേരള ഹിസ്റ്ററിയിൽ വന്നത്. അത് ഡച്ചുകാര് ഇവിടെ ആധിപത്യമായ സമയത്ത് ഡച്ചുകാര് കേരളത്തിൽ 2 വിഭാഗങ്ങളെ കണ്ടു. ഒന്ന് ലത്തീൻ വിഭാഗം, പോർട്ടുഗീസുകാരുടെ വിഭാഗവും, മറ്റൊന്ന് ഈ സുറിയാനി ആരാധനക്രമം പിന്നെ ചെയ്യുന്ന. അതുതന്നെ സുറിയാനി ആരാധനക്രമം കേരളത്തിലെ 1665 1-ാം മർത്തോമായ വാഴ്ചയ്ക്ക് ശേഷം അന്ത്യോക്യമായിട്ടുള്ള ബന്ധത്തിൽ കൂടിയായിരിക്കും വന്നതെന്നാണ് വിശ്വസിക്കുന്നത്. അതിനു മുമ്പ് ഒരു സുറിയാനി ആരാധനക്രമം ഇവിടെ ഉള്ളതായിട്ട് വലിയ രേഖകളില്ല. പ്രത്യേകിച്ച് കുനംകുരിശ് അല്ല, ഉദയംപേരൂർ സുനോദോസിന് മുമ്പ് കാണുന്ന കാര്യങ്ങൾ, ആരാധന രീതികളൊരു തീർത്തും പല കൽദായ സംസ്കാരവും നെസ്സേറിയൻ സംസ്കാരവും ഒക്കെ ഇവിടെ ഉള്ളതായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം ഈ സുറിയാനി എന്നുള്ളൊരു പേര് തന്നെ കേരള ക്രൈസ്തവർക്ക് കിട്ടുന്ന ഡച്ചുകാര് 17-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലോട്ട് എഴുതിയ ചില കത്തുകളിൽ നിന്നാണെന്ന് വായിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പം അത് കുറെ കൂടെ സുറിയാനികളെന്ന് പറഞ്ഞ ഒരു സംസ്കാരം കുറെ കൂടെ ഒന്ന് എങ്ങനെയാണ്, എന്ന് മുതലാണ് അത് രൂപപ്പെട്ടതെന്നൊന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാമെന്നുണ്ട്. ഏറ്റവും ഒടുവിൽ സാറിന്റെ ഹിസ്റ്ററിയിലെ അവസാനം ഈ ആധുനിക കാലഘട്ടത്തിലെ മൂവ്മെന്റുമായിട്ടും ചരിത്രവുമായിട്ടും നവീകരണ അനന്തര കാലഘട്ടത്തിലെ സുറിയാനി രീതികളെ പറ്റിയൊന്നും കാര്യമായിട്ടില്ലായിരുന്നു. അതിന് സമയമില്ലായിരുന്നതുകൊണ്ടായിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. സാറ് ഈ എന്റെ സംശയങ്ങൾ ദൂരീകരിക്കുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാ അർത്ഥത്തിലും നല്ലൊരു പഠനമായിരുന്നു. താങ്ക് യു വെരി മച്ച്. സാറേ റെസ്പോണ്ട് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തേത്, ഈ 4-ാം നൂറ്റാണ്ട് മുതൽ 15-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിന്റെ ഈ ചരിത്ര തെളിവുകളെ പറ്റിയാണ് സാറ് പ്രധാനമായിട്ട് ഒന്ന് ചോദിക്കുന്നത്. ചരിത്ര തെളിവുകൾ പ്രധാനമായും നമുക്ക് ലഭിക്കുന്നത് വിദേശ സഞ്ചാരികളുടെ എഴുത്തുകളും നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. അത് കുറച്ചേറെ കത്തുകള്, മറ്റു റെക്കോർഡ്സ് ഉണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ വേണമെങ്കിൽ സാറിന് പിന്നീട് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. പിന്നെ ഈ പേഗൻ ദൈവസങ്കല്പത്തിന്റെ 2 കാര്യങ്ങള് അതൊരു കോൺട്രഡിക്റ്ററി ആണോ എന്നൊരു സാറ് സംശയം പ്രകടിപ്പിച്ചു. ഞാൻ അങ്ങനെയല്ല അത് പറയാൻ ശ്രമിച്ചത്. 4-ാം നൂറ്റാണ്ടിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി, നമുക്കറിയാം, ക്രിസ്തുമതത്തെ ഔദ്യോഗിക മതമായിട്ടൊക്കെ സ്വീകരിക്കുന്നുവെങ്കിലും അദ്ദേഹം സ്നാനം സ്വീകരിച്ചില്ല. മരണക്കിടക്കയിൽ വെച്ചാണ് അദ്ദേഹം സ്നാനം സ്വീകരിക്കുന്നത്. ക്രിസ്തുമതം സ്വീകരിക്കാത്ത ഒരാളാണ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി. മരണസമയത്താണ് ക്രിസ്തുമതം സ്വീകരിക്കുന്നത്. എന്നാൽ ക്രിസ്തുമതത്തെ അദ്ദേഹം ഔദ്യോഗിക മതമായിട്ട് സ്വീകരിച്ചു. എന്നാൽ ആ നാട്ടിലെ ഒരു ഏറിയ പങ്കും നമ്മൾ ഇന്നത്തെ കാണുന്ന, നമ്മുടെ ഭാരത പശ്ചാത്തലത്തിലൊക്കെ കാണുന്ന പോലെ ഒരു മജോറിറ്റിയിലുള്ള ആളുകൾ
മറ്റൊരു വിശ്വാസം അല്ലെങ്കിൽ അവിടുത്തെ ഒരു പേഗൻ ദൈവസങ്കല്പ വിശ്വാസത്തിന്റെ ഭാഗമായിരുന്നു. പ്രത്യേകിച്ച് സൂര്യദേവനുള്ള വിശ്വാസ ഭാഗമായിരുന്നു. അപ്പോൾ ക്രിസ്തു മതത്തെ സ്വീകരിക്കുകയും ക്രിസ്തു മതം ഔദ്യോഗിക മതമാവുകയും ചെയ്യുന്ന സമയത്ത് ആ മതത്തിന്റെ പല കാര്യങ്ങളും അതേപടി അനുകരിച്ചുകൊണ്ട്, ജനങ്ങളുടെ എതിർപ്പുണ്ടാകാതിരിക്കാൻ അതേപടി അനുകരിച്ചുകൊണ്ട് ക്രിസ്തു മത വിശ്വാസത്തെ അവതരിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. അതുകൊണ്ടാണ് അന്നത്തെ കാലഘട്ടത്തിലെ പല മതസങ്കല്പങ്ങളും വിശ്വാസങ്ങളും ഞായറാഴ്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് കടന്നു വന്ന അതുകൊണ്ടാണ്. എന്നാൽ അത് കാലഘട്ടം 4-ാം നൂറ്റാണ്ടാണ്. എന്നാൽ റോമിൽ എൻ്റെയർ യൂറോപ്പിൽ ക്രിസ്തുമതം ഒരു ആധിപത്യം നേടിയ ഒരു കാലഘട്ടമുണ്ട്. പ്രത്യേകിച്ച് ഒരു 8-ാം നൂറ്റാണ്ട് മുതൽ ഇങ്ങോട്ടുള്ള ഒരു ക്രിസ്തുമതത്തിന്റെ പടയോട്ടമാണ്. യൂറോപ്പിലെ പിന്നെ 8-ാം നൂറ്റാണ്ട് തൊട്ട് നമ്മൾ ഇങ്ങോട്ട് കാണുന്ന കുരിശുദ്ധത്തിന്റെ കാലഘട്ടം ഒക്കെ നമ്മൾ 10-ാം നൂറ്റാണ്ടൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് കാണുന്നത് അത് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പടയോട്ടത്തെക്കാൾ യുദ്ധങ്ങളെക്കാൾ എല്ലാം ക്രിസ്തു സഭയുടെ യുദ്ധങ്ങളാണ്. ക്രിസ്തു എന്ന് പറയുന്ന ആളെ മുന്നിൽ നിർത്തിക്കൊണ്ട് സഭ എന്ന് പറയുന്ന സംവിധാനം നടത്തിയ പോരാട്ടങ്ങളാണ്. ഈ കാലഘട്ടത്തിൽ അവർ ലക്ഷ്യം വെച്ചത് മൊത്തം മറ്റു മതങ്ങളെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മറ്റു മത ദൈവസങ്കല്പങ്ങളെയും വിശ്വാസങ്ങളെയും പേഗൻ വിശ്വാസങ്ങളെയും ഉന്മൂലനം ചെയ്തുകൊണ്ടുള്ള ഒരു പോക്കാണ് അവിടുത്തെ സഭയുടെ വളർച്ചയും. ആദ്യത്തെ ഞാൻ പറഞ്ഞത് ആ സഭ രൂപപ്പെടുന്ന കാലഘട്ടത്തിലെയാണ്, 4-ാം നൂറ്റാണ്ട് 5-ാം നൂറ്റാണ്ട് കാലഘട്ടമാണ്. എന്നാൽ സഭയുടെ വളർച്ചയുടെ കാലഘട്ടത്തിൽ അവർ ചെയ്തത് മറ്റുള്ള സംസ്കാരങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. അത് കേരളത്തിൽ ഉണ്ടായില്ല എന്നുള്ളതാണ്. മൂന്നാമത്തത് ഈ സുറിയാനി എന്ന് പറയുന്ന പദം സാറിന്റെ നന്നായിട്ട് ചരിത്രബോധമുള്ള ഒരാളാണ് വിൽസൺ സാർ. അത് ഇങ്ങനെ ഇട്ടു തന്നത് വളരെ സന്തോഷം. പുട്ട് തന്നെ പോയാൽ ശരിയാകത്തില്ലല്ലോ. അപ്പൊ ഡച്ചുകാർ തന്നെയാണ് ആ വാക്ക് അവതരിപ്പിച്ചത്. അതിനു മുമ്പ് ക്രിസ്ത്യാനികൾ ഇവിടെ അറിയപ്പെട്ടിരുന്നത് യഥാർത്ഥത്തിൽ നസ്രാണികൾ എന്ന് തന്നെയാണ്. നസ്രാണികൾ എന്ന പദത്തിൽ തന്നെയാണ്. പിന്നുള്ളവർ 64 ഗ്രാമത്തിൽ, ഞാൻ ആ പേരൊക്കെ ഞാൻ അവിടെ പറഞ്ഞിരുന്നു. സുറിയാനി ക്രിസ്ത്യാനികൾ എന്നൊരു ലെവലിൽ അവിടെ അറിയപ്പെട്ടിരുന്നില്ല. ഡച്ചുകാരാണ് തന്നെയാണ് അങ്ങനെ ചെയ്തത്. പിന്നെ നവീകരണ വിശ്വാസ സങ്കല്പത്തിന് ശേഷം എന്ന് പറയുമ്പോൾ നവീകരണം എന്ന് പറയുന്ന വിശ്വാസം ഒരു മർത്തോമ സമൂഹത്തിന്റെ കാഴ്ചപ്പാടിൽ ഒതുങ്ങിപ്പോകും. അതുകൊണ്ടാണ് ഞാൻ അതങ്ങനെ പർട്ടിക്കുലറായിട്ട് ഫോക്കസ് ചെയ്യാഞ്ഞത്. സുറിയാനി ക്രിസ്ത്യാനി സംസ്കാരം എന്ന് പറയുന്നത് മൊത്തത്തിൽ ആ സമൂഹത്തെ കണ്ടുകൊണ്ടാണ് ഞാൻ അവതരിപ്പിച്ചത്. മർത്തോമ സമൂഹത്തെ സഭയെ ഞാൻ ആ തരത്തിൽ കണ്ടില്ല. എങ്കിൽ പോലും മർത്തോമ സഭയുടെ നവീകരണത്തിന് ശേഷം ഉണ്ടായ ചില മാനങ്ങളെ ഞാൻ പറയാനായിട്ട് ശ്രമിച്ചു. അത് ആദ്യ ഘട്ടത്തിൽ ഞാൻ പറഞ്ഞു. എന്നാൽ സവിസ്തരം പറയാനായിട്ട് കഴിഞ്ഞില്ല. അത് സമയത്തിന്റെ ഒരു പരിമിതിയുണ്ട്. രണ്ടാമത്തേത് വിഷയത്തിന്റെ ഒരു പ്രത്യേകതയുമുണ്ട്. വിൽസൺ സാറിന്റെ കൂട്ടിച്ചേർക്കലുകൾക്ക് ഒത്തിരി സന്തോഷം. താങ്ക് യു സാർ. താങ്ക് യു. രാജു സാറ് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാം. ഓക്കെ, താങ്ക് യു സാർ. ഞാൻ നെറ്റ് കുറവായതുകൊണ്ട് ഞാൻ വീഡിയോ ഉപയോഗിക്കുന്നില്ല. സാറേ, ഈ രാജു അഞ്ചേരി അച്ഛൻ പറഞ്ഞ ഒരു വാചകത്തിൽ ഞാൻ ആരംഭിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ സെന്റ് തോമസ് ട്രഡീഷനെ ഈ ചരിത്രപരമായിട്ടുള്ള രേഖകളില്ല എന്നുള്ള കാരണത്താൽ തിരസ്കരിക്കുന്ന ഒരു രീതി ഒരുപാട് ഇപ്പം നിലവിലുണ്ട്. അനേകം ആളുകൾ, ചരിത്രകാരന്മാരൊക്കെ ഇതിനെ നിരസിക്കുന്നുണ്ട്. എന്നാൽ നാം ഒന്ന് നോക്കേണ്ടത് ഈ സെന്റ് തോമസ് കേരളത്തിൽ വന്നതിന്റെ ചരിത്ര രേഖകളൊന്നും തന്നെ ഇല്ല. ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം. ഹലോ, കേൾക്കാം സാറേ. സെന്റ് തോമസ് കേരളത്തിൽ വന്നതിന്റെ ചരിത്ര രേഖകളൊന്നും തന്നെ ഇല്ല. എന്നാൽ യേശുക്രിസ്തു ജീവിച്ചിരുന്നതിനും ചരിത്രപരമായിട്ടുള്ള രേഖകളൊന്നും തന്നെ ഇല്ല. കാരണം യേശുക്രിസ്തു ജീവിച്ചിരുന്ന കാലത്ത് യേശുക്രിസ്തു ഒരു വലിയ ഒരു നേതാവ് ഒന്നും ആയിരുന്നില്ല. ഒരു സാധാരണ റബ്ബി പ്രസംഗിച്ചുകൊണ്ട് പാലസ്തീന്റെ പ്രദേശങ്ങളിൽ സഞ്ചരിച്ചിരുന്ന കുറച്ച് ശിഷ്യന്മാരെ കൂട്ടി സഞ്ചരിച്ചിരുന്ന ഒരു സാധാരണക്കാരൻ മാത്രമാണ്. തോമസ് അപ്പോസ്തലനും അത് തന്നെയായിരുന്നു. ഒരു സാധാരണ മനുഷ്യനാണ്. ഒരു സാധാരണ മനുഷ്യൻ അത് യാത്ര ചെയ്ത് കേരളത്തിൽ വന്നതോ പള്ളി സ്ഥാപിച്ചതോ ഒന്നും വലിയൊരു ചരിത്ര സംഭവമായിട്ട് രേഖപ്പെടുത്തേണ്ട ഒരു ആവശ്യകത അന്ന് ഉണ്ടായിരുന്നില്ല. എന്നാൽ അതൊക്കെ നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. യേശുക്രിസ്തുവിനെ നമുക്ക് നിഷേധിക്കാൻ സാധിക്കാത്തതുപോലെ തന്നെ നമുക്ക് നിഷേധിക്കാൻ സാധിക്കാത്തതാണ് ഈ സെന്റ് തോമസിന്റെ കേരളത്തിലേക്കുള്ള ഒരു യാത്രയും ഇവിടെ പള്ളികൾ സ്ഥാപിച്ചതും അതുപോലെ തന്നെ ക്രിസ്ത്യാനി അല്ലെങ്കിൽ നസ്രാണികൾ എന്നുള്ള ക്രിസ്തു വിശ്വാസികളുടെ ഒരു സമൂഹം ഉടലെടുത്തതും ഒക്കെ. കാരണം അല്ലാതെ അത് ഏത് കാലഘട്ടത്തിലല്ല അല്ലാതെ രൂപം കൊണ്ടു എന്നുള്ളതിനും ചരിത്രരേഖകളില്ല. അപ്പോൾ തന്നെ നമുക്ക് സെന്റ് തോമസ് കേരളത്തിൽ വന്നു എന്നും സെന്റ് തോമസ് ആണ് ഈ 7 പള്ളികൾ സ്ഥാപിച്ചതെന്നും
ഒരു ക്രിസ്തീയ സമൂഹം ഉണ്ടാക്കിയതെന്ന് നമുക്ക് വിശ്വസിച്ചേ തീരൂ. അത് നമുക്ക് നിഷേധിക്കാനായിട്ട് ഒരിക്കലും സാധിക്കുകയില്ല. പിന്നീട് മറ്റൊരു കാര്യം പറഞ്ഞെന്ന് പറയുന്നത് ഈ ജാതീയമായിട്ടുള്ള ഉച്ചനീചത്വമാണ്. അത് നമ്മുടെ ഒരു ക്രിസ്ത്യൻ വിശ്വാസവുമായി ചേർന്ന് നിൽക്കുന്ന ഒന്നാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കേരള ചരിത്രത്തില് ഈ ജാതീയമായിട്ടുള്ള ഉച്ചനീചത്വങ്ങള് വളരെ പ്രബലമായിട്ട് ഉണ്ട്. അതൊരു ക്രിസ്ത്യൻ ഏതൊക്കെ ഒരു മതവിശ്വാസത്തിന്റെ പേരിലുള്ള നീചത്വങ്ങളല്ല. അത് ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്നവർ തമ്മിലുള്ള ഒരു നീചത്വം, അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസത്തിൽ ഉള്ള ഒരു ഉച്ചനീചത്വം അല്ല. അതൊരു ജാതീയമായിട്ടുള്ള ഒരു വേർതിരിവ്. അത് രൂപം കൊണ്ടതിന് പിന്നിൽ പല സാമൂഹിക കാരണങ്ങളും കണ്ടേക്കാം. അത് നിലവിലുണ്ട്. അതിനെ അതായിട്ട് മാത്രം കണ്ടാൽ മതി. അത് നമ്മുടെ വിശ്വാസവുമായിട്ട് കൂട്ടിക്കുഴയ്ക്കേണ്ട ഒരു ആവശ്യമില്ല. പിന്നീട് നമ്മുടെ ഈ സുറിയാനി ക്രിസ്ത്യാനികളുടെ ഒരു പാരമ്പര്യത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ബ്രാഹ്മണര് തോമസ് അപ്പോസ്തലൻ ബ്രാഹ്മണരെ കൺവേർട്ട് ചെയ്താണ് ക്രിസ്ത്യാനികൾ ഉണ്ടായത് എന്നുള്ള ഒരു വാദം അത് ചിലപ്പോൾ പൂർണ്ണമായും ശരിയാവണമെന്നില്ല. കാരണം എനിക്ക് തോന്നുന്നു ഈ തോമസ് അപ്പോസ്തലൻ വന്ന കാലഘട്ടത്തിൽ ബ്രാഹ്മണൻ എന്നുള്ള പേര് പോലും വന്ന് ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ബ്രാഹ്മണർ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിലൊക്കെ സംശയമുണ്ട്. എന്നാൽ അന്നത്തെ മുകളിലെ ശ്രേണിയിൽ ഉള്ള ഒരു വിഭാഗത്തെ തന്നെ ആയിരിക്കാം ഈ തോമസ് അപ്പോസ്തലൻ കൺവേർട്ട് ചെയ്തത്. പിന്നീട് മറ്റൊരു വാദമുള്ളത്, ഈ യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിന് മുമ്പ് തന്നെ ഈ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും, കൊല്ലം, കൊടുങ്ങല്ലൂര്, അങ്ങനെയുള്ള പല ഭാഗങ്ങളിലും യഹൂദന്മാരുടെ തന്നെ ഒരു ഗ്രൂപ്പ് അവർ താമസിക്കുന്നുണ്ടായിരുന്നു. കച്ചവടത്തിനും മറ്റു വിധങ്ങളായിട്ടുള്ള ആവശ്യങ്ങൾക്കും വന്ന യഹൂദന്മാരുണ്ട്. അതുപോലെ തന്നെ ഈ റോമൻ ഭരണത്തിലുള്ള പീഡനത്തെ തുടർന്ന് അവിടുന്ന് ഓടിപ്പോയ ഈ മക്കാബിയൻ കലാപത്തെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് ഓടിപ്പോയ ആളുകളെ കുറിച്ചൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ കടന്നു വന്ന ആളുകളുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഈ കൊടുങ്ങല്ലൂർ, കൊല്ലം ഭാഗങ്ങളിലൊക്കെ ഉണ്ടായിരുന്നതായിട്ട് ന്യായമായിട്ട് നമുക്ക് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പൊ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരെല്ലാം പോയി പല ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ പോയി ആദ്യം സംസാരിച്ചത് യഹൂദന്മാരോട് തന്നെയാണ്. പൗലോസിന്റെ ലേഖനങ്ങളിലൊക്കെ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. യഹൂദന്മാരോട് തന്നെയാണ് ആദ്യം സംസാരിക്കുന്നത്, പിന്നീടാണ് ജാതികളിലേക്ക് പോകുന്നത്. തോമസ് അപ്പോസ്തലൻ കേരളത്തിൽ വന്ന് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ചെറിയ യഹൂദ ഗ്രൂപ്പിനോട് തന്നെ ആയിരിക്കാം സംസാരിച്ചത്. അതോടൊപ്പം തൊട്ടടുത്ത് അവരുമായി സഹകരിച്ചിരുന്ന ഉന്നത ശ്രേണിയിലുള്ള ചില ആളുകളെയും ക്രിസ്ത്യാനികളാക്കിയിരിക്കാം. അങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുകയില്ല. പിന്നീട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ അന്ധവിശ്വാസങ്ങള്, അതുപോലെ തന്നെ വിജാതീയ വിശ്വാസങ്ങളൊക്കെ നമ്മുടെ വിശ്വാസത്തിലേക്ക് കടന്നു വന്നതിനെ കുറിച്ചാണ്. അത് ഈ നവീകരണ കാലഘട്ടത്തിന് തൊട്ട് മുമ്പ് തന്നെ ലോകമൊട്ടാകെ ക്രൈസ്തവ സഭകളിൽ ഈ ഇത്തരം ഒരു വിഷയങ്ങളുണ്ടായിരുന്നു. ഡാർക്ക് ഏജ് 3-ാം നൂറ്റാണ്ട് മുതൽ മാർട്ടിൻ ലൂതറിന്റെ കാലം വരെയുള്ള കാലഘട്ടത്തെ ഡാർക്ക് ഏജ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് തന്നെ. അപ്പൊ അന്നേരം ആ ഒരു വിശ്വാസത്തിന്റെ ഒരു അന്ധവിശ്വാസങ്ങളുടെ കടന്നുകയറ്റം നമ്മുടെ കേരളത്തിലും ഉണ്ടായിട്ടുണ്ട്, ഒട്ടാകെയും ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയുവാനായിട്ടുള്ളത്. അവസരം നൽകിയതിന് നന്ദി അറിയിക്കുന്നു. പ്രിയപ്പെട്ട രാജീവ് സാറിന്റെ ചോദ്യങ്ങളായിട്ടല്ല കൂടുതലും സാറിന്റെ അഭിപ്രായങ്ങള്, സാറിന്റെ അറിവുകൾ നമ്മളുമായി പങ്കുവെക്കുകയായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത. സാർ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ചോദ്യം ചോദിച്ചായിട്ട് എനിക്ക് തോന്നുന്നില്ല. എങ്കിൽ പോലും സെന്റ് തോമസ് ട്രഡീഷനെ അവിശ്വസിക്കേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യം സാറ് ഉയർത്തി. സെന്റ് തോമസ് ട്രഡീഷന് ചരിത്ര തെളിവുകളില്ല എന്നുള്ളത് സാറ് തന്റെ വാചകങ്ങളിൽ സൂചിപ്പിച്ചു. സെന്റ് തോമസ് ട്രഡീഷനെ അപ്പാടെ നിരാകരിക്കാനോ, അപ്പാടെ ഒരു ചരിത്ര വിദ്യാർത്ഥി നിലയിൽ അപ്പാടെ നിരാകരിക്കാനോ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാനോ കഴിയുന്നില്ല. എന്നാൽ ഒരു സഭാ പാരമ്പര്യത്തിൽ സെന്റ് തോമസ് ട്രഡീഷന് ഒരു വലിയ പ്രാധാന്യമുണ്ട് എന്നുള്ളത് ഞാൻ ആദ്യം തൊട്ട് ഞാൻ പറയുന്നുണ്ട്. സെന്റ് തോമസ് ട്രഡീഷന് ഒരു വലിയ പ്രാധാന്യമുണ്ട്. ഒരുപക്ഷെ നമുക്കൊരു സെന്റ് തോമസ് ട്രഡീഷനെ അതിന്റെ തെളിവുകളെ പറ്റി ഒരു ചർച്ച വെക്കുകയാണെങ്കിൽ തീർച്ചയായും അതിന് അനുകൂലമായും പ്രതികൂലമായും നിരവധി കാര്യങ്ങൾ നമുക്ക് ഉയർത്താനായിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് അതിലേക്ക് പൂർണ്ണമായിട്ടൊന്നും ഞാൻ കടക്കുന്നില്ല. ഞാൻ ആദ്യമേ പറഞ്ഞു അതൊരു വേറൊരു ഡിബേറ്റ് വിഷയമാണ്. അതുകൊണ്ട് ഞാൻ ഈ സംസ്കാരവുമായി ചേർന്ന് നിൽക്കുന്ന വിഷയങ്ങളെ പറ്റി മാത്രം പറയാനായിട്ടാണ് ശ്രമിച്ചത്. പിന്നെ സെന്റ് തോമസ് ആരെ സ്നാനപ്പെടുത്തി, യഹൂദന്മാരെയാണോ ആദ്യം എടുത്തത്, അതിനെപ്പറ്റിയൊക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. സെന്റ് തോമസ് കേരളത്തിലുണ്ടായിരുന്ന യഹൂദന്മാരെയാണ് ആദ്യം സ്നാനപ്പെടുത്തിയത്, അതിനുശേഷമാണ് മറ്റുള്ളവരിലേക്ക് പോയത് എന്നൊക്കെ പറയുന്ന ധാരാളം പഠനങ്ങളും എഴുത്തുകളും ഒക്കെ ഉണ്ട്. എന്നാൽ
തോമസ് ലീഗ കേരളത്തിൽ വന്ന് ഇന്നതൊക്കെ ചെയ്തു, അല്ലെ അതിനൊക്കെ ഇന്നതാണ് തെളിവുകളെ എന്ന് നമ്മൾ ചില തെളിവുകൾ നിരത്തുമ്പോൾ ആ തെളിവുകൾ സ്പഷ്ടമായിരിക്കണം. അതിന് യാതൊരു സംശയം ഉണ്ടാകാൻ പാടില്ല. തോമസ് ലീഗ വന്നതിന് ശേഷം തോമസ് ലീഗ കൊണ്ടുവന്ന കുരിശുകളാണ് എന്ന് പറഞ്ഞ് നമ്മൾ കുരിശുകൾ കാണിക്കുമ്പോഴും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ പറയുമ്പോൾ അതിന് ചരിത്ര തെളിവുകളും അതിന് സ്വന്തമായ ഒരു നിലനിൽപ്പും അസ്തിത്വം ഉണ്ടായിരിക്കണം എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നമ്മളൊരു പാരമ്പര്യത്തെ ചരിത്രപരമായി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ചരിത്ര തെളിവുകൾ ഉണ്ടാകണം. വിശ്വാസപരമായി നമ്മൾ അതിനെ സ്വീകരിക്കുമ്പോൾ വിശ്വാസത്തെ തന്നെ കൈകാര്യം ചെയ്യുകയും ചെയ്യണം എന്നുള്ളതാണ് ഒരു അക്കാഡമിക് തലത്തിൽ നിന്നുകൊണ്ട് എനിക്ക് സംസാരിക്കാനായിട്ടുള്ളത്. ഒരു സഭാവിശ്വാസി എന്ന നിലയിൽ എന്നോട് ചോദിക്കുമ്പോൾ വിശ്വാസത്തോട് ചേർന്ന് നിൽക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ ഒരു അക്കാഡമിക് തലത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ അതിന്റെ നിങ്ങളുടെ ഇരട്ട നയമായിട്ടോ ഇരട്ടത്തമായിട്ടോ ഒന്നും നിങ്ങളതിനെ കണക്കാക്കേണ്ട. ഒരു അക്കാഡമിക് തലത്തിൽ നിന്നുകൊണ്ട് ഞാൻ എന്റെ ക്ലാസ് റൂമിൽ സംസാരിക്കുകയാണെങ്കിൽ അതിന് ചരിത്ര തെളിവുകൾ ഉണ്ടായിരിക്കണം എന്ന് ഞാൻ പറയും. എന്നാൽ വിശ്വാസപരമായിട്ടാണ് നമ്മൾ ആ പാരമ്പര്യത്തെ കാണുന്നതെങ്കിൽ അങ്ങനെ കാണുന്നതിൽ തെറ്റില്ല എന്നുള്ള ഒരു അഭിപ്രായം എനിക്കുണ്ട്. അതിന് യാതൊരു സംശയമില്ല. രണ്ട്, ഉച്ചനീചത്വം ഞാൻ പറഞ്ഞു. ഈ ഒരു 15-ാം നൂറ്റാണ്ട് വരെ സഭ എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമുക്കില്ല. അത് സമുദായം തന്നെയാണ്. സമുദായം വെച്ചു പുലർത്തിയിരുന്ന ഉച്ചനീചത്വങ്ങളെ അതേപോലെ സഭ ഉണ്ടാക്കിയതാണെന്ന് ഞാൻ പറഞ്ഞില്ല. ഉച്ചനീചത്വങ്ങൾ അന്ന് സമൂഹത്തിലുണ്ടായിരുന്ന ഉച്ചനീചത്വങ്ങൾ അതുപോലെ തന്നെ അതിന്റെ പ്രിവിലേജ് അനുഭവിക്കാൻ അന്ന് നമ്മുടെ സമുദായം, സുറിയാനി സമുദായം, ക്രിസ്ത്യാനി സമുദായം തയ്യാറായിരുന്നു. അതുപോലെ അതിനുവേണ്ടി ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് രാജ് സാറ് എനിക്ക് തോന്നുന്നു വളരെ നന്നായി ഇത് വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. സാറിനെയും പ്രത്യേകമായിട്ടുള്ള സന്തോഷവും സ്നേഹവും അറിയിക്കും. താങ്ക് യു സാറേ. അഡ്വക്കേറ്റ് എബ്രഹാം പി തോമസിന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കും. പ്രിയപ്പെട്ട കോശിമത്തായ സാറിന്റെ ക്ലാസ് വളരെ ഫലപ്രദമായിരുന്നു. ഇന്നലെ പല പുതിയ അറിവുകൾ ലഭിക്കുന്നതുമായിരുന്നു. ഞാൻ ചോദിക്കാനിരിക്കുന്ന ഒരു ചോദ്യം വേറെ രൂപത്തിൽ ജയിക്കും മാത്യു സാർ നേരത്തെ ചോദിച്ചിരുന്നു. സാർ അതിന് മറുപടിയും പറഞ്ഞു. ബ്രാഹ്മണ കേന്ദ്രങ്ങളാണ് എന്നുള്ളത് ഇപ്പോൾ 1-ാം നൂറ്റാണ്ട് മുതൽ തന്നെ ചെറിയ തോതിൽ ബ്രാഹ്മണ സമൂഹം ഉണ്ടായിരുന്നു. എന്നാൽ ശരിക്കും ഇതൊരു വേറൊരു ചരിത്ര പറയുന്ന ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. ഈ ശരിക്കും 1-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ശക്തമായി നിന്നൊരു മതം എന്ന് പറയുന്നത് ബുദ്ധമതം. പിന്നീട് ബുദ്ധമതം ശക്തി കുറഞ്ഞു, ഹിന്ദുമതം ശക്തിപ്പെട്ടു, പ്രത്യേകിച്ചും ശങ്കരാചാര്യരുടെ കാലം. എന്നാൽ 1-ാം നൂറ്റാണ്ടിൽ നിന്നിരുന്ന ബുദ്ധമതത്തിൽ നിന്നും ഒരു കൺവേർഷൻ ഉണ്ടാകുക എന്നുള്ളതല്ലേ കൂടുതൽ യുക്തിസഹമായിട്ട്. പ്രത്യേകിച്ചും കൊടുങ്ങല്ലൂർ ആണല്ലോ നമ്മൾ തുടങ്ങുന്നത്. കൊടുങ്ങല്ലൂർ ബുദ്ധ കേന്ദ്രമായിരുന്നു. കൊടുങ്ങല്ലൂർ തന്നെ പിൻകാലത്ത് ബുദ്ധമതക്കാരെ അവിടുന്ന് ആട്ടി ഓടിച്ചതിന്റെ ഒരു പ്രതീകാത്മകമായ ഇതാണെന്നും ചരിത്രകാരന്മാരുടെ വിഭാഗം പറഞ്ഞു. പുള്ളി ബുദ്ധമതത്തിൽ നിന്നും ഒരു കൺവേർഷൻ നടന്നു എന്നുള്ള വാദഗതിക്ക് അടിസ്ഥാനം ഉണ്ടോ എന്നുള്ള ഒരു ചോദ്യം മാത്രമേ എനിക്ക് ചോദിക്കാം. എബ്രഹാം പി തോമസ് സാറ് സന്തോഷം. സാറ് ഒരു സാമൂഹ്യ ശാസ്ത്ര ചരിത്ര അധ്യാപകനായതുകൊണ്ട് തന്നെ സാറിന് അതിന്റെ ഉത്തരം അറിയാമെന്ന് തന്നെയാണ് എൻ്റെ ഒരു ചിന്ത. ചരിത്ര തെളിവുകളെ ചരിത്രം ചേർത്ത് വെച്ചാൽ കൂടുതൽ സാങ്കത്യമുള്ളത് സാറിന്റെ വാദഗതിക്കാണ്. കേരളത്തിലെ ഞാൻ ഇടയ്ക്ക് പരാമർശിച്ചിരുന്നു. അതായത് BC 4-ാം നൂറ്റാണ്ട് കഴിഞ്ഞ് ഇങ്ങോട്ട് താഴോട്ട് വരുമ്പോൾ 3-2 AD 4-ാം നൂറ്റാണ്ട് വരെ കേരളത്തിൽ വളരെ പ്രബലമായി ഉണ്ടായിരുന്ന വിഭാഗം ബുദ്ധമതം തന്നെയാണ്. ബുദ്ധമതത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങള്, ബുദ്ധമതത്തിന്റെ പ്രധാനപ്പെട്ട കച്ചവട കേന്ദ്രങ്ങളിലെല്ലാം തന്നെ ക്രിസ്തുമതം വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുകയും ബുദ്ധമതത്തിലെ ധാരാളം പേർ ക്രിസ്തുമതത്തിലേക്ക് കൺവേർട്ട് ചെയ്യുകയും അവരെ പിൽക്കാലഘട്ടത്തില് വലിയ വ്യാപാരികളായി മാറുകയും പാരമ്പര്യമായി ഉണ്ടായിരുന്ന വ്യാപാരം തുടരുകയും ഒക്കെ ചെയ്തു എന്നുള്ള വലിയ ചരിത്ര തെളിവുകളും നിഗമനങ്ങളും ഉണ്ട്. കൃത്യമായ ഒരു ചരിത്ര തെളിവ് ഇപ്പോൾ എനിക്ക് പറയാനായിട്ട് കഴിയില്ല. എന്നാൽ ആവശ്യമെങ്കിൽ ഞാനത് കണ്ടെത്തി നൽകാനായിട്ട് ശ്രമിക്കാം. അങ്ങനെ ഒരു വിശ്വാസം, അങ്ങനെ ഒരു ധാര നമ്മുടെ ഈ ഒരു സെന്റ് തോമസ് കത്തീഡ്രലിന്റെ അകത്ത് വളരെ ശക്തമായിട്ടുണ്ട്. ബ്രാഹ്മണരെ അല്ല, ബുദ്ധമതക്കാരെയാണ് കൂടുതലായി ഈ മതത്തിലേക്ക് പുതിയ മാർഗത്തിലേക്ക് കൊണ്ടുവന്നത് എന്ന് ഒരു ചരിത്ര വഴി ധാര വളരെ ശക്തമായിട്ടുണ്ട്. സാറ് പറഞ്ഞത് പൂർണ്ണമായും ശരിയാണ്. ഇനി ആർക്കെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാൻ? ജോൺ സാമുവേൽ സാറിൽ നിന്ന് എന്തെങ്കിലും കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഞാനും പറയാൻ വന്നത്. ജോൺ സാമുവേൽ സാർ ഒന്ന് പ്രതികരിക്കുന്നത് നല്ലതാണ്. കേൾക്കാമോ? കേൾക്കാം സാർ, കേൾക്കാം സാർ.
കോശി മാത്യുവിൻ്റെ പ്രഭാഷണം വളരെയധികം ആധികാരികമായ ഒന്നായിരുന്നു എന്നാണ് എനിക്ക് ആദ്യമേ തന്നെ പറയാനുള്ളത്. അതിനോട് ചേർത്ത് പറയാൻ എനിക്ക് ആഗ്രഹിക്കുന്നത് 4-ാം നൂറ്റാണ്ടായാലും 5-ാം നൂറ്റാണ്ടായാലും 6-ാം നൂറ്റാണ്ടായാലും 1-ാം നൂറ്റാണ്ടായാലും ഏത് തന്നെയാണെന്നുണ്ടെങ്കിലും 19-ാം നൂറ്റാണ്ട് വരെ ഇവിടെ ഒരു സഭ ഇല്ലായിരുന്നു എന്ന് കോശി മാത്യു പറഞ്ഞുകൊണ്ട് എനിക്ക് വളരെ യോജിപ്പാണുള്ളത്. ഇവിടെ ഒരു സമുദായം മാത്രമേ ഉള്ളായിരുന്നു. അവരുടെ സ്വന്തം കാര്യം നോക്കി, അവർ നല്ല കച്ചവടക്കാരായിരുന്നു, അവർ പടയാളികളായിരുന്നു, ഇങ്ങനെയൊക്കെയുള്ള ഓരോ ഗുണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കൂടെ ചേർത്ത് ഇവിടുത്തെ ശൂദ്രരേക്കാൾ ഉന്നതമായ ഒരു നിലയിലാണ് അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ ആണ് ഈ ജാതി വ്യവസ്ഥയിലൊക്കെ ആണ് എല്ലാം 4 ഇവിടെ ഇല്ലായിരുന്നു ആ സമയത്തൊന്നും. അപ്പം എനിവേ ശൂദ്രന്റെക്കാൾ ഉന്നതമായ ഒരു സ്ഥാനത്ത് നിന്നവരായിരുന്നു സുറിയാനി ക്രിസ്ത്യാനികൾ. അതുകൊണ്ട് അവർക്ക് ഈ വക സഭയുടെ കാര്യങ്ങളൊന്നും, വിശ്വാസപരമായ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അതുകൊണ്ടാണ് BC സാമുവലച്ചന്റെ ഇത് ഒരു ഇന്ത്യൻ സഭയോ എന്നുള്ള പുസ്തകത്തിനകത്ത് ഇവിടെ നമ്മൾ യാതൊരു തരത്തിലുള്ള ലിറ്റർജിയോ സഭാപരമായിട്ടുള്ള എന്തെങ്കിലും ഒന്നും തന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടില്ല. അതിന്റെ കാരണം ഇതാണ്, നമുക്ക് സഭയല്ലായിരുന്നു, ഒരു സമുദായമായിരുന്നു. ആ ഒരു കോശിമത്തായുടെ ആ ഒരു കാഴ്ചപ്പാട് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതാണ് ഇന്നത്തെ സഭയ്ക്ക് വളരെയധികം ചലഞ്ചായിട്ട് വരേണ്ട സംഗതി. 19-ാം നൂറ്റാണ്ടിന് ശേഷം, അതായത് ഞാൻ പറയുന്നതല്ല ഇത്, നമ്മുടെ മാർത്തോമ സഭാചരിത്രകാരന്മാരിൽ എല്ലാവരും തന്നെ, പ്രത്യേകിച്ച് TC ചാക്കോ സാറിന്റെ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത് 19 നൂറ്റാണ്ട് കാലം ലഭിച്ച പ്രകാശത്തെ പറയിൽ കീഴിൽ വെച്ചും കൊണ്ടിരുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അത് പറയെടുത്ത് കളയാനുള്ള ഉണ്ടായ സാഹചര്യങ്ങൾ പലതുണ്ട്. അതിൽ ഒന്ന് കോശി മാത്യു പറഞ്ഞ പോലെ മിഷണന്മാരുടെ വരവൊക്കെ ആണത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഒരു സഭയില്ലായിരുന്നു, ഒരു സമുദായം. പിന്നെ അതുകൊണ്ട് കോശി മാത്യു പറഞ്ഞ ഒരു ക്രൈസ്തവ സംസ്കാരം എന്ന് പറയുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ലേ. അങ്ങനെ ഒരു സംസ്കാരം ഇല്ല. ക്രൈസ്തവ സംസ്കാരം ഉണ്ടോ? അത് എത്ര ചെയ്തിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തതാണ്. ക്രൈസ്തവ സംസ്കാരം എന്താണെന്നുള്ളത്. പിന്നെ യേശുവിന്റെ സംസ്കാരം എന്ന് പറഞ്ഞു. എന്തോ യേശുവിന്റെ സംസ്കാരം എന്തുമായിരുന്നു? യഹൂദ സംസ്കാരമായിരുന്നു. അല്ലാതെ അങ്ങനെ ആ തരത്തില് ഒരു ക്രൈസ്തവ സംസ്കാരം എന്ന് നമുക്ക് ഇവിടെ ടെർമിനോളജി കൊടുക്കുന്നതിനോട് എനിക്ക് വലിയ അഭിപ്രായം ഇല്ല. സംസ്കാരം മാത്രമേ ഉള്ളൂ ഇവിടെ. അത് മനുഷ്യജാതിയുടെ സംസ്കാരമാണ്. അതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന എല്ലാ മതങ്ങളെയും, മതങ്ങളിൽപ്പെട്ടവരുടെ എല്ലാ സംസ്കാരവും അത് തന്നെ ആയിരിക്കും. അതിൽ നിന്നും വിഭിന്നമായിട്ട് ഒന്നും ഉണ്ടാകാനൊക്കത്തില്ല. അതുകൊണ്ട് ഏതായാലും കോശിമത്തായി പല നല്ല ഇൻസൈറ്റ്സും തന്നിട്ടുണ്ട്. ഏതായാലും എനിക്ക് ഒരു കാര്യത്തിൽ എനിക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്, വിഷയത്തിനകത്ത് പരമാവധി നിന്നുകൊണ്ടാണ്. കാരണം ഇത് വളരെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അതുകൊണ്ട് ആ വിഷയത്തിനകത്ത് സ്പഷ്ടമായിട്ട് നിന്നും കൊണ്ട് സംസാരിക്കുക. അതുകൊണ്ടാണ് ഇപ്പം പലരും ചോദിച്ച ചോദ്യങ്ങൾക്ക് ഒന്നും പുള്ളി അത് അതിനകത്തിലോട്ട് കിടക്കാതെ നേരെ വിഷയത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു പ്രഭാഷണമായിരുന്നു. അത് നമുക്ക് തുടർന്ന് കോശിമത്തായുടെ ഈ ഒരു ചിന്തകൾ നമുക്ക് ഒരു പഠനത്തിന് വേണ്ടി വീണ്ടും പ്രയോജനപ്പെടുത്തണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. അതിനെല്ലാവരുടെയും സഹകരണം ഞാൻ ആവശ്യപ്പെടുന്നു. ഈ ഗ്രൂപ്പിന്റെ തന്നെ സഹകരണം ഉണ്ടാകുന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. താങ്ക് യു സാർ. കോശി മാത്യു സാറിന് എന്തെങ്കിലും റെസ്പോണ്ട് ചെയ്യണോ? ജോൺ സാറ് കൈ കാണിച്ചിട്ടുണ്ട്. ഷോമൽ സാറിനെ പോലുള്ള ഒരു സാറിന്റെ ഒരാളുടെ അറിവിനോട് ചേർന്ന് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പ്രത്യേകിച്ച് സാറിന് സഭാചരിത്രത്തെ പറ്റിയും സഭയുടെ ദർശനത്തെ പറ്റിയും രണ്ടിനെയും കൂടി ചേർത്ത് വെച്ച സാറിന്റെ ഒരു പുസ്തകമുണ്ട്. എന്റെ തീസിസ് കഴിഞ്ഞിട്ടാണ് ആ പുസ്തകം ഇറങ്ങിയത്. പക്ഷെ അല്ലെങ്കിൽ എനിക്ക് കുറച്ചുകൂടി ഇൻസൈറ്റ്സ് സാറിന്റെ പുസ്തകത്തിൽ നിന്ന് കിട്ടിയേനെ. തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷമുണ്ട്. സാറിന്റെ ആ ചേർത്ത് വെക്കലിനോട് ഒത്തിരി സന്തോഷമുണ്ട്. എന്നാലേ ഒരു ക്രിസ്തുവിന്റെ സംസ്കാരത്തെ പറ്റിയും ക്രൈസ്തവ സംസ്കാരത്തെ പറ്റിയും, നമ്മുടെ വിഷയം കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളുടെ സംസ്കാരം എന്നാണ്. അതുകൊണ്ട് കേരളത്തിലെ ബോധപൂർവമാണ് അവിടെ ക്രൈസ്തവ സംസ്കാരം എന്ന് ഞാൻ ആ വിഷയത്തിൽ പറയാഞ്ഞതും അതുകൊണ്ട് തന്നെയാണ്. എന്നാൽ വിഷയം അവതരിപ്പിച്ചപ്പോൾ ഞാൻ ക്രൈസ്തവ സംസ്കാരം എന്നാണ് പറഞ്ഞത്. അത് ബോധപൂർവം പറഞ്ഞതാണ്. എന്താണ് ക്രിസ്തുവിന്റെ സംസ്കാരം? അത് ക്രൈസ്തവരെന്ന് പറഞ്ഞാൽ ആരാണ്? ക്രിസ്തുവിനെ പിന്തുടരുന്നവരാണ്. ക്രിസ്തുവിനെ പിന്തുടരുന്നവരുടെ സംസ്കാരവും കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളുടെ സംസ്കാരവും രണ്ടും രണ്ട് തന്നെയാണ്. അല്പം വഴി പിരിഞ്ഞു പോകുന്ന സംസ്കാരം തന്നെയാണ്. അതെനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. സാർ അത് ആ വാചകം ശ്രദ്ധിച്ച് കാണുമെന്ന് തന്നെയാണ് എന്റെ ചിന്ത. നമ്മുടെ വിഷയവും ഞാൻ പറഞ്ഞ ആശയങ്ങളും തീർച്ചയായിട്ടും ചേർന്ന് പോകുന്നത് തന്നെയാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. ജോർജ് ജോൺ സാർ ഇങ്ങനെ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ജോർജ് ജോൺ സാർ. അതെ, ജോർജ് ജോൺ സാറിന് പ്ലീസ് സംസാരിക്കും. ഗുഡ് ഈവനിങ് ടു ഓൾ ഓഫ് യു. എൻ്റെ പേര് ജോർജ് ജോൺ, മാവേലിക്കര. ഇതെല്ലാം ശാന്തമായിട്ട് ഞാൻ കേൾക്കുകയായിരുന്നു.
അതിനകത്ത് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, എനിക്കിപ്പോൾ 71 വയസ്സായി. അപാരമായ തലക്കനമാണ് ക്രിസ്ത്യാനികൾക്ക്, സുറിയാനി ക്രിസ്ത്യാനികൾക്ക്. ആരുടെയും പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പലർക്ക് വേണ്ടിയും പല കല്യാണാലോചനയ്ക്ക് ഞാൻ പോയിട്ടുണ്ട്. എന്തോ ഒരു തലക്കനോ, ഇതൊക്കെ കണ്ടാൽ തോന്നുന്നു ഇവർ മരിക്കത്തില്ല. അത്ര അഹങ്കാരമാണ്, അത്ര അഹങ്കാരം. ഈ പാരമ്പര്യത്തെ മുറുകെ പിടിക്കുന്ന ഭയങ്കര വിവരക്കേടാണ്. എല്ലാ സംസ്കാരത്തിലും സംസ്കാരമുണ്ട്, ആദിവാസിക്കുണ്ട് സംസ്കാരം. ഇതിനകത്ത് പലരും ജാതി അങ്ങനെയുള്ള വാക്കേ ഉപയോഗിക്കരുത്. ലോകത്ത് 196 രാജ്യങ്ങളാണ്, അതിൽ ഇന്ത്യ മാത്രമേ ഉള്ളൂ വൃത്തികെട്ട പരിപാടി. സവർണ ജാതി, അവർണ ജാതി, ഇതൊക്കെ ചുമ്മാ വൃത്തികെട്ട ബേസ്ലെസ് യൂസസ് ആണ്. ഇവിടെ ആരോ പറഞ്ഞു ക്രിസ്തീയ സംസ്കാരമൊന്നും സംസ്കാരമല്ലെന്ന്. അത് ഭയങ്കര തെറ്റാണ്. ക്രിസ്ത്യാനികൾ മാത്രമാണ് ലോകത്തിൽ പറയുന്നത്, പ്രവർത്തിക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല, ലവ്, ഷെയർ, കമ്പാഷൻ ആൻഡ് സാക്രിഫൈസ്. അതുകൊണ്ട് ഇനി നമ്മൾ മറ്റുള്ളവരോട്ട് കമ്പയർ ചെയ്യണ്ട. നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ? നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് മണർകാട് പള്ളിയിലെ കോഴിവെട്ടോ അല്ലെങ്കിൽ ഈ കുറെ മിത്ത്, ഇതൊക്കെ പറയേണ്ട കാലം കഴിഞ്ഞു. നമ്മൾ ഇപ്പൊ ഇതിനകത്തിരിക്കുന്ന എല്ലാവരും ഒരുമാതിരി 60 വയസ്സിന് മേലുള്ളവരാണ്. എന്തെല്ലാം വിവരക്കേടായി പുതിയ പിള്ളേരെന്നോട് ചോദിക്കുന്നറിയാം. ടോട്ടൽ നോൺസെൻസ്. ദേ ഡോണ്ട് ബിലീവ് ഇൻ എനി ഓഫ് ദീസ് തിങ്സ്. ദേ ഡോണ്ട് കെയർ. ആ ലെവലിലായ കാര്യം. ഒന്നാമത് ഇൻഫർമേഷൻ അറ്റ് ദെയർ ഫിംഗർ ടിപ്സ് ആണ്. നിങ്ങളോട് ആരോടും ചോദിക്കണമെന്നില്ല, എന്നോട് ചോദിക്കണമെന്നില്ല, എല്ലാം ഗൂഗിളിനകത്തുണ്ട്. ഊനം കുരിശെന്നാണ്, മറ്റേതെന്നാണ്, അതാണ് ഇതാണ്. പക്ഷെ ഈ ഹെഡ് വെയിറ്റ് ഇവിടെ നിന്ന് വന്നു. നമ്മൾ ബ്രാഹ്മണർ, എന്ത് നോൺസെൻസ് ആണ്. എന്തുകൊണ്ട് പുലരായിക്കൂടാ? തിരിച്ചു മറിച്ച് ചിന്തിക്കണ്ടേ? വി ഹാവ് ടു തിങ്ക് ഒബ്ജക്റ്റീവ്ലി. ഇപ്പോഴും പല സഭകളിലും തിരുമേനിമാരി അടക്കുമ്പം ബ്രാഹ്മണനാണോ, മറ്റേ ആഞ്ഞിലിമുട്ടി കുടുംബമാണോ, പ്ലാമൂട്ടി കുടുംബമാണോ, പുന്നമൂട്ടി കുടുംബമാണോ? എ പേഴ്സൺ ഷുഡ് ബി അസസ്ഡ് ഓൺലി ഓൺ ദ ബേസ് ഓഫ് മെറിറ്റ് ആണ്. ഗാന്ധിയായ ബ്രാഹ്മണനായോണ്ടോ ഒന്നുമല്ല. അബ്ദുൽ കലാം ആയത് ഇന്ന കുടുംബത്തിൽ നിന്ന് ജനിച്ചുകൊണ്ടൊന്നുമല്ല. ഈ നൂറ്റാണ്ടില് മാഴ്സ് എക്സ്പ്ലോർ ചെയ്യുന്ന കാലത്ത് അവിടെ പോയി സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് അറിവില്ലാത്ത മനുഷ്യര് ഇങ്ങനെ ചെയ്യുന്നു. ഏതായാലും സാറ് പറഞ്ഞതിനകത്ത്, ഇത് പ്രബന്ധം അവതരിപ്പിച്ച ആൾ പറഞ്ഞതിനകത്ത് യാതൊരു പ്രശ്നങ്ങളും ഞാൻ കാണുന്നില്ല. പക്ഷേ ഇത് മാറ്റേണ്ട കാലം കഴിഞ്ഞു. നമ്മൾ എന്തെങ്കിലും ചെയ്യണം. അല്ല നമ്മൾ ഈ പ്രായമായി മരിക്കാറായിരിക്കുന്നവരെല്ലാവരും കൂടെ കുറെ കാര്യങ്ങൾ കേട്ടിട്ട് പോയി കിടന്നുറങ്ങി, അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. വി ഷുഡ് ഒബ്ജക്റ്റീവ്ലി അനലൈസ് ദീസ് ടൈപ്പ് ഓഫ് നോൺസെൻസ്. ഇപ്പം ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന ആളാണ്. ഇവിടെ ഇപ്പം മുസ്ലിം ക്രിസ്ത്യൻ കല്യാണം നടക്കുന്നുണ്ട്, ഹിന്ദു ക്രിസ്ത്യൻ കല്യാണം നടക്കുന്നുണ്ട്, ഹിന്ദു മുസ്ലിം കല്യാണം നടക്കുന്നുണ്ട്. കാലം ഒത്തിരി മാറി. പുതിയ തലമുറ ഇതും പറഞ്ഞുകൊണ്ടിരിക്കുവല്ല, കൂനം കുരിശും കൊണ്ടിരിക്കുവല്ല. ദേ ആർ ഹൈലി പ്രാക്ടിക്കൽ. ലോകം മുഴുവൻ ഇന്ത്യക്കാരെ മാനിക്കുന്നു, ലോകം മുഴുവൻ. യെസ്റ്റർഡേ I read somewhere that some Baiju about 50 years of age, he has become the mayor of America. ലോകം മുഴുവൻ ഇന്ത്യക്കാരെ അംഗീകരിക്കുന്നു. അതൊരു പ്രജുഡീസിന്റെ അടിസ്ഥാനത്തിലല്ല. വി ഹാവ് പ്രൂവ്ഡ് അവർ മെറ്റൽ. ഞങ്ങളൊക്കെ ഗൾഫിൽ ജോലി ചെയ്ത് അടിമകളായിട്ടാണ്. ഇപ്പോഴങ്ങനല്ല. ഞങ്ങളുടെ മക്കൾ ജോലി ചെയ്യുന്ന അന്തസ്സോടാണ്. ഗൾഫാക്കിയത് മലയാളികളാണ്, ഇന്ത്യക്കാരല്ല. അപ്പൊ നമ്മൾ കഴിവുള്ളവരാണ്. പക്ഷെ ഈ വിവരക്കേട് ഇപ്പോഴും കോഴിവെട്ടും എന്തോ വസൂരി ജാഥയോ ഏതാണ്ടൊക്കെ കേൾക്കാം. എന്തല്ല ഇതൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന സഭകള്, അച്ഛന്മാര്, ഇതെല്ലാം ഡിപ്ലോറബിൾ ആണ്. ഇതിന്റെ എല്ലാം കാലം കഴിഞ്ഞു. മനുഷ്യന് എന്തും വേണ്ടി പത്രങ്ങളും ന്യൂസും എല്ലാം അവൈലബിൾ ആണെന്നറിയോ? നമ്മുടെയൊക്കെ ഈ എന്തോ റെറ്റോറിക് കേൾക്കാനാണ് പുതിയ പിള്ളേർ. ദേ ഡോണ്ട് വാണ്ട് ടു ലിസൺ ടു അസ്. ഇതൊരു റിയാലിറ്റിയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ പുതിയ തലമുറയെങ്കിലും അന്ധവിശ്വാസമൊക്കെ മാറ്റുക. ഇപ്പൊ ഞങ്ങളുടെ മാലിക്കര പുതിയായിപ്പള്ളിയില് ഒരു ദേവിയുടെ ഗ്രൂപ്പ് വന്നിട്ട് പുതിയ ഓർത്തഡോക്സ് പള്ളിയുടെ വാതിക്കൽ 1/2 മണിക്കൂർ ചെണ്ടയടിക്കും. എന്നിട്ട് ഓർത്തഡോക്സ് പള്ളിക്കാർ അവരുടെ പെരുന്നാൾ സമയത്ത് ദേവിയുടെ മുമ്പിൽ ചെന്നിട്ട് 1/2 മണിക്കൂർ ചെണ്ടയടിക്കും. ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ? ഇത് എന്തോ കാര്യത്തിനാണ്? ഈ പഴമയെ മുറുകെ പിടിക്കേണ്ട എന്തോ കാര്യത്തിനാണ്? എന്നാ നമ്മൾ കോളാമ്പി കളയണ്ട. ഇതൊക്കെ ചുമ്മാ അർത്ഥമില്ലാതെ. ഇറ്റ് ഈസ് ഹൈ ടൈം വി ഹാവ് എ സീരിയസ് തിങ്കിങ് ആൻഡ് ഓൾസോ വി ഹാവ് ടു ബ്രിങ് അവർ ചിൽഡ്രൻ ഓൺ ദ ബേസ് ഓഫ് ഒബ്ജക്ടിവിറ്റി. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ്. ഹിസ്റ്ററി ഇത്ര വലിയ അഭിമാനിക്കാനുള്ള കാര്യങ്ങളൊന്നുമല്ല. ഇവിടെ ആദിവാസികളുണ്ടായിരുന്നു. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, 77 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴും നമ്മൾ ജാതി മതമാണ്. അവരെ എന്തിനാ വിമർശിക്കുന്നത്? ഇവിടെ തല്ലിയോ? ഇവിടെ ബിഷപ്പന്മാരെല്ലാം ബ്രാഹ്മണനാണ്. അത് വേറെ ആരോട് ചെന്ന് പറഞ്ഞാൽ മതി. അതുപോലെ എത്രയോ സഭകളുണ്ട്. ഇപ്പൊ കുമ്പനാട്ടോട്ട് 500 സഭ, 500 വീടുണ്ട്, 500 സഭയാണ്. ഒരു യേശു ക്രിസ്തു, ഒരു ബൈബിൾ, ഒരു കുരിശ്.
ഇപ്പം ഈയിടെ ഒരു മഹാൻ മരിച്ചു, KP വന്നാൻ എന്ന് പറഞ്ഞ ആള്. എനിക്കിപ്പം നിങ്ങൾ അദ്ദേഹത്തിനെ പേടിക്കുന്നുണ്ടായിരിക്കും, റെസ്പെക്ട്. എനിക്ക് അങ്ങനെ പേടിയും ബഹുമാനവും ഒന്നുമില്ല ആ മനുഷ്യനെ കുറിച്ച്. കാരണം ഹീസ് എ സെൽഫ് മെയ്ഡ് മാൻ. ഞങ്ങളുടെ ബിഷപ്പിന് കാശ് കൊടുത്തിട്ടാണ് അദ്ദേഹം വന്നത്. അലിഗേഷൻ ആയിരിക്കാം. അദ്ദേഹം ബിഷപ്പായി, മെത്രാപ്പോലിത്തായി, ഇതെല്ലാം സെൽഫ് പ്രൊക്ലെയിംഡ് ആണ്. ഇതും ജീസസ് ക്രൈസ്റ്റുമായിട്ട് ഒരു ബന്ധവുമില്ല. ബട്ട് നമ്മുടെ വീട്ടിലെ ആൾക്കാർ, കഴിവില്ലാത്തവർ, ഇതെല്ലാം കേട്ട് 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 സഹിച്ച് 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 മുന്നോട്ട് പോവാണ്. ഇറ്റ് ഈസ് ഹൈ ടൈം വി സ്റ്റോപ്ഡ് ഇറ്റ്. ഞാൻ എന്തെങ്കിലും അഹങ്കാരം പറഞ്ഞ് ക്ഷമിക്കുക, എന്റെ സൗണ്ട് ഇങ്ങനെയാണ്. താങ്ക് യു വെരി മച്ച് ഫോർ ദിസ് പർട്ടിക്കുലർ ഫോറം. താങ്ക് യു. താങ്ക് യു സർ. ബഷീർ സാർ എന്തെങ്കിലും റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ? അത് സാറിന്റെ അഭിപ്രായങ്ങളല്ലേ, പ്രത്യേകിച്ച് ചോദ്യങ്ങളല്ലല്ലോ സാറേ. അതുകൊണ്ട് ഓക്കെ. ജോർജ് യോഹന്നാൻ സാറ് കൈപൊക്കിയിട്ടുണ്ട്. സാറെ അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാം. എനിക്കൊരു ചോദ്യം. യേശുവിന്റെ കാലത്ത് ഈ യഹൂദ പാരമ്പര്യങ്ങളെ മുഴുവൻ യേശു മാറ്റിമറിച്ച് വാസ്തവത്തിൽ ഒരു പുതിയ സംസ്കാരം തന്നെ അല്ലേ യേശു ഉണ്ടാക്കിയത്? അതുകൊണ്ടാണല്ലോ ഒരു പുതിയ നൂറ്റാണ്ട് അവിടെ ആരംഭിച്ചത്. എനിക്ക് സാറിനോട് ചോദിക്കാനുള്ള ഒരേ ഒരു ചോദ്യം അതാണ്. യേശുവിന്റെ കാലത്തൊരു വലിയ സാംസ്കാരികമായ വിപ്ലവം തന്നെയാണ് ഉണ്ടായത്. ഈ ഹൈ കാസ്റ്റും ലോ കാസ്റ്റും യഹൂദനാണ് ഏറ്റവും വലിയ ജാതി, ദൈവത്തിന്റെ സ്വന്തം ജനം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ എടുത്ത് മാറ്റി മറിച്ച് കളഞ്ഞു. അതുകൊണ്ടല്ലേ അദ്ദേഹത്തെ കുരിശിലെട്ടി കൊന്നത്. താങ്ക് യു സാർ. സാറേ, അതിന്റെയൊക്കെ ഒരു ഉത്തരം പറയാൻ ഞാൻ അത്ര കേപ്പബിൾ ആണോ എന്ന് എനിക്കറിയില്ല. ജോൺ ശമുവേൽ സാറ് പറഞ്ഞതനുസരിച്ച് യേശു അങ്ങനെ ഒരു സാധാരണക്കാരനായി ജീവിച്ച യഹൂദന്മാരുടെ ഒരു സംസ്കാരത്തിൽ ചേർന്ന് പോയെന്നൊക്കെയാ പറയുന്നത്. ഞാൻ അങ്ങനെയൊന്നും വിശ്വസിക്കുന്ന ഒരാളല്ല. നമ്മൾ യേശുവിനെ ഒരു ചരിത്ര പുരുഷനായി കാണുമ്പോഴും നമ്മുടെ വിശ്വാസത്തിലേക്ക് നയിക്കുന്ന രക്ഷകനായി കാണുന്നതും തമ്മിൽ ചേർത്ത് വായിക്കുമ്പോൾ മാത്രമേ അതിനൊരു ഉത്തരത്തിലേക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ. നമ്മളെ പഴയ നിയമം തുടങ്ങുമ്പം ഒരു പ്രതികാരത്തിന്റെ ദൈവം ഇങ്ങനെ അങ്ങ് ജ്വലിച്ചു നിൽക്കുക, കോപം കൊണ്ട് ജ്വലിക്കുന്ന, എല്ലാരെയും നശിപ്പിക്കുന്ന, ഒരു ദാക്ഷിണ്യമില്ലാത്ത ദൈവമാണ്. എന്നാൽ പിന്നീട് സൈന്യങ്ങളെല്ലാം പ്രതികാരമാണ്, തീക്ഷ്ണതയുള്ള ദൈവം, ദഹിപ്പിക്കുന്ന ദൈവം, ഈ സാധുക്കളെയൊക്കെ കൊല്ലുമ്പം ശത്രുക്കളെല്ലാം, സ്ത്രീകളെയൊക്കെ പിടിച്ചെടുത്തോണ്ട് പോകുന്നത് കാണുന്ന ദൈവം, അവരുടെ കുഞ്ഞുകുട്ടികളെയൊക്കെ കൊല്ലുന്ന ദൈവം, എല്ലാം ഒരു വല്ലാത്ത ദൈവമാണ്. എന്നാൽ പഴയ നിയമത്തിന്റെ അവസാനമൊക്കെ എത്തുമ്പോഴേക്ക് നമ്മൾ കാണുന്നത് അനുദപിക്കുന്ന ദൈവം, നിങ്ങൾ അവരെ അങ്ങനെ ചെയ്തില്ലേ, ഇങ്ങനെ ചെയ്തില്ലേ, ഒരു ഭാഗത്തൊക്കെ ഈ ദൈവം ഒരല്പം സോഫ്റ്റ് ആയി വരുന്ന ഒരു ദൈവമാണ്. ഈ അവസാന ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ വെളിപ്പെടുന്ന ദൈവം, ആത്മാവിനെ പകരുന്ന ദൈവം, ആ ഒരു ദൈവം. അപ്പൊ ഈ വേദപുസ്തകത്തിന്റെ ഒരു തുടങ്ങുന്ന ഭാഗം തൊട്ട് അവസാനിക്കുന്ന ഭാഗം വരുമ്പോഴത്തേക്കും ഒരു വല്ലാത്തൊരു ഓർഡർ ഉണ്ട്. ദൈവസ്വരൂപത്തിന് മാറ്റം സംഭവിക്കുന്ന ഒരു ഓർഡർ ഉണ്ട്. അവിടെയാണ് പുതിയ നിയമം ആരംഭിക്കുന്നത്. ആ പുതിയ നിയമത്തിലുള്ള ആരംഭിക്കുന്ന ദൈവം 4 സുവിശേഷങ്ങളിലും യേശുവിനെ 4 സ്കെയിലിൽ അളന്നിരിക്കുന്നു. ഒറ്റ സ്കെയിലിലാണ് അളന്നിരുന്നതെങ്കിൽ പ്രിയപ്പെട്ട ജോർജ് സാറ് പറഞ്ഞ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാമായിരുന്നു. എന്നാൽ മത്തായിയുടെ സുവിശേഷങ്ങളിലും ബാക്കിയുള്ള സുവിശേഷങ്ങളിലും ഒക്കെ തന്നെ യേശുവിനെ അങ്ങനെയാണോ കൈകാര്യം ചെയ്തിട്ടുള്ളത് എന്നുകൂടി നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് യേശു ഒരു വിപ്ലവകാരിയാണെന്ന് പറയുന്ന ആളുകളുണ്ട്, യേശു ഒരു ദൈവപുത്രനായിരുന്നു എന്ന് പറയുന്ന ആളുകളുണ്ട്, യേശു ഒരു മനുഷ്യനായി, ദൈവസാദൃശ്യമുള്ള ഒരു മനുഷ്യനായി വന്ന് നമ്മളെ സാന്മാർഗ ജീവിതത്തിലേക്ക് നയിച്ച ഒരു പ്രവാചകനായിട്ട് പറയുന്ന ആളുകളുണ്ട്. യേശു തന്നെ പ്രവാചകനായിട്ട് സ്വയം വിശേഷിപ്പിക്കുന്നുണ്ട്. എന്തെങ്കിലും ആകട്ടെ, യേശു സാറ് പറഞ്ഞതുപോലെ ചരിത്രത്തിലെ 2ആയി വിഭജിച്ച ഒരാൾ. യേശു ചരിത്രത്തെ 2ആയി വിഭജിച്ചില്ല. മനുഷ്യർ പിന്നീട് ചരിത്രം എഴുതിയപ്പോ യേശുവിന് മുൻപുണ്ടായിരുന്ന ഒരു കാലഘട്ടം, പിന്നീട് ഉണ്ടായ കാലഘട്ടം ഒന്ന് 2ആയി വിഭജിച്ചു. ഇന്ന് ചരിത്രകാരന്മാർ അതിനെ അംഗീകരിക്കുന്നില്ല. ഇന്ന് AD BC ഒക്കെ അർത്ഥം വേറെയാണ്. അതുകൊണ്ട് സാറ് പറയുന്ന ആ തലത്തിൽ മാത്രം യേശുവിനെ ഒതുക്കാനായിട്ട് എനിക്ക് പ്രയാസമുണ്ട്. പിന്നെ മുമ്പ് ജോൺ ശമുവേൽ സാറ് പറഞ്ഞത് സാറിന് വിരുദ്ധമായിട്ടുള്ള ഒരു ആശയമാണ്. യഹൂദന്മാരുടെ എല്ലാ കാര്യങ്ങളെയും യേശു എതിർത്ത് നമുക്ക് പറയാൻ പറ്റുമോ? യഹൂദന്മാരുടെ എല്ലാ കാര്യങ്ങളിലെയും യേശു സ്റ്റോപ്പ് ഇട്ട ഒരാളൊന്നും അല്ല യേശു. യഹൂദന്മാരുടെ പല കാര്യങ്ങളോടും ഏകീകരിച്ചു പോയിട്ടുള്ള ഒരാളോടാണ് യേശു. എന്നാൽ യഹൂദന്മാരുടെ മനോഭാവത്തെയും അവരുടെ രക്ഷയെ പറ്റിയുള്ള സങ്കല്പത്തെയും തിരുത്തിക്കുറിക്കാൻ ശ്രമിച്ച ഒരാളാണ് യേശു എന്നുള്ള ഒരു ചിന്തയാണ് എനിക്കുള്ളത്. എന്റെ ആശയമാണ്. തിരുത്തി കുറിച്ചത് കൊണ്ടല്ലേ പുതിയ ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ ഒരു പേര് വന്നത്, അല്ലെങ്കിൽ ഒരു സമൂഹം ഉണ്ടായത്? തിരുത്തി കുറിച്ചത് കൊണ്ടല്ലേ. നമ്മുടെ തന്നെ പറയുന്നുണ്ട്, ലോകത്തിൽ ഒരേ ഒരു ക്രിസ്ത്യാനി ഉണ്ടായിരുന്നുള്ളൂ, അത് യേശുക്രിസ്തുവാണ്. ആ ക്രിസ്ത്യാനിയുടെ മരണം യേശുക്രിസ്തുവിന്റെ മരണത്തോടുകൂടി അവസാനിച്ചു എന്ന് പറയുന്ന ആളുകളും ഉണ്ട്. അങ്ങനെ പറയുന്ന ചരിത്രകാരന്മാരും ഉണ്ട്. അത് ഓരോരുത്തരും പറയേണ്ട കാര്യം. പക്ഷെ യഥാർത്ഥത്തിൽ അത് സംഭവിച്ചത് കൊണ്ട് യേശു അല്ലല്ലോ ഈ പേര് കൊടുത്തത്. വേറെ ചരിത്രകാരന്മാരും ലോകവും കൊടുത്ത ഒരു പേരല്ലേ ഈ ക്രിസ്ത്യാനി എന്ന് പറയുന്നത്.
അതെ സാറേ. വിശ്വാസ സമൂഹം നമുക്കറിയാം അന്ത്യോക്യയിൽ വെച്ച് തന്നെ ഈ പേര് ലഭിക്കുന്നു. വിശ്വാസ സമൂഹം അവരുടെ പ്രയാണത്തിൽ സ്വയം ഏറ്റെടുത്ത വാക്കാണ് ക്രിസ്ത്യാനി എന്ന് പറയുന്ന വാക്കുകൾ. വിശ്വാസ സമൂഹം സ്വയം ഏറ്റെടുത്ത വാക്കാണ്, അല്ലാതെ ക്രിസ്തു നൽകിയ പേരാണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ലല്ലോ. അപ്പോൾ ആ വാക്ക് ധരിക്കുന്നതിനും ആ നാമധേയത്തിൽ അറിയപ്പെടുന്നതിനും അവർ ഒരിക്കലും മടി കാണിച്ചിട്ടില്ല എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തു എന്ന് പറയുന്നത് ഒരു പഴയ നിയമത്തിന്റെ ന്യായപ്രമാണം നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടിരുന്ന പാപത്തിന്റെയും അതുപോലെ തന്നെ കളങ്കത്തിന്റെയും ആ നിയമത്തെ മുഴുവനായി മാറ്റിവെച്ച് രക്ഷയിലേക്ക് നയിക്കുന്ന, വഴിയും സത്യവും ദൈവത്തിലേക്ക് നയിക്കുന്ന ഒരു മാർഗമായി നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കപ്പെട്ട ദൈവപുത്രനാണ് യേശു ക്രിസ്തു. അതാണ് നമ്മുടെ പുതിയ നിയമം. അങ്ങനെയാണ് വിശ്വസിക്കാനായിട്ട് എനിക്ക് താല്പര്യം. അതിന് യോജിക്കുന്നു. ഓക്കെ, താങ്ക് യു താങ്ക് സാർ. യു. താങ്ക് യു. ആരും ഇനി കൈ പൊക്കിയിട്ടില്ല, ആരും പേര് വേറെ മെസ്സേജ് ബോക്സിൽ ഇട്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു ഇനി ചോദ്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് അഡ്വക്കേറ്റ് റോയ് ഫിലിപ്പിനെ വോട്ട് ഓഫ് താങ്ക്സിന് വേണ്ടിയിട്ട് ക്ഷണിക്കുന്നു. ഏറ്റവും ബഹുമാനായ മോഡറേറ്റർ ജേക്കബ് മാത്യു സാർ, ഇന്ന് നമ്മുടെ സെമിനാറിന് നേതൃത്വം നൽകിയ എൻ്റെ പ്രിയ സുഹൃത്ത് കോശി മത്തായി സാർ, പ്രിയമുള്ള ഈ സെമിനാറിൽ പങ്കെടുക്കുന്ന സഹോദരി സഹോദരന്മാരെ, 201ാമത് സെമിനാറിന്റെ സമാപന ഘട്ടത്തിലേക്ക് നാം എത്തിച്ചേർന്നിരിക്കുകയാണ്. വളരെ കാലിക പ്രസക്തമായ ഒരു വിഷയത്തെ സംബന്ധിച്ച ചർച്ചയാണ് ഇന്ന് ഇവിടെ നടത്തപ്പെട്ടത്. ചരിത്രത്തെക്കുറിച്ച് അറിയുക എന്നത് ആ ചരിത്രത്തിന്റെ വിവിധ ധാരകൾ മനസ്സിലാക്കി ഭാവിയിലേക്ക് നമ്മളുടെ ദർശനങ്ങളെ കരുപിടിപ്പിക്കുവാൻ കഴിയുക എന്നതും വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ചരിത്രത്തിന് നമ്മൾ പിന്നിട്ട വഴിത്താരകൾക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കഴിഞ്ഞ കാലങ്ങളിലെ എന്തൊക്കെയോ അബദ്ധജടിലമായ കാര്യങ്ങളുടെ ചർവിതചർവണമല്ല ചരിത്ര അവലോകനം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ചരിത്ര അവലോകനം എന്ന് പറയുന്നത് പിന്തിരിഞ്ഞു നോക്കി നമ്മൾ കടന്നു വന്ന പാതയിലെ അതിൻ്റെ ദർശനബദ്ധമായ ജീവിത ജീവിതങ്ങളെ മനസ്സിലാക്കുന്ന വലിയൊരു പഠന പ്രക്രിയയാണ് ചരിത്ര അവലോകനം എന്നുള്ളത്. ഇന്ന് ഈ വിഷയം കേരളത്തിന്റെ സുറിയാനി ക്രിസ്ത്യാനി സംസ്കാരം ഒരു ചരിത്ര അവലോകനം എന്ന വിഷയത്തെ സംബന്ധിച്ച് ഏറ്റവും മനോഹരമായി, പ്രസക്തമായി, വിജ്ഞാനപ്രദമായി ക്ലാസ്സിന് നേതൃത്വം നൽകിയത്, സെമിനാറിന് നേതൃത്വം നൽകിയത് പ്രിയപ്പെട്ട കോശി മത്തായി സാറാണ്. ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിലെ ചരിത്ര അധ്യാപകൻ എന്നുള്ള നിലയിലും ഒരു കാലഘട്ടത്തിലെ യുവാക്കളെ വളരെ ശക്തമായി നയിച്ച പ്രതിഭ എന്ന നിലയിലും അദ്ദേഹം പ്രസിദ്ധനാണ്. സഭയുടെ, മാർത്തോമാ സഭയുടെ ഒരു താലന്താണ്, ഒരു ഭാവി പ്രതീക്ഷയാണ് ബഹുമാനപ്പെട്ട കോശി മത്തായി സാർ. അദ്ദേഹം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ ജീവിത ശൈലിയും ദർശനവും വിശ്വാസത്തിന്റെ തീക്ഷ്ണതയും വരെ അദ്ദേഹത്തിന്റെ ഈ ചരിത്ര അവലോകനത്തിൽ നമുക്ക് ബോധ്യമാക്കുവാൻ കഴിഞ്ഞു. തീർച്ചയായിട്ടും മാർത്തോമാ സഭയെ സ്നേഹിക്കുകയും അതിനെ നല്ല നിലയിൽ മുന്നോട്ട് നയിക്കാൻ തക്ക ശേഷിയും ശേമുഷിയുമുള്ള കരുത്തനായ നേതൃത്വ പാഠവുമുള്ള ഒരു വ്യക്തി കൂടിയാണ് ശ്രീ കോശി മത്തായി സാർ. അദ്ദേഹത്തിന്റെ ഇന്നത്തെ പ്രഭാഷണം ലൈറ്റർ ടു ലൈറ്റൺ സ്റ്റഡി ഫോറത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിലപ്പെട്ടതായിരുന്നു. അദ്ദേഹത്തോട് ഏറ്റവും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അദ്ദേഹം മേലിലും നമ്മുടെ ലൈറ്റർ ടു ലൈറ്റൺ പ്രോഗ്രാമിൽ വന്ന് സെമിനാറുകൾക്കും ചർച്ചകൾക്കും നേതൃത്വം നൽകണമേ എന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട പ്രൊഫസർ ഡോക്ടർ കോശി മത്തായി സാറിനോട് ലൈറ്റർ ടു ലൈറ്റണിന്റെ പേരിലുള്ള ഏറ്റവും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചു കൊള്ളുന്നു. ബഹുമാനപ്പെട്ട ജേക്കബ് മാത്യു സാർ ഇന്ന് നമ്മുടെ ഈ സെമിനാറിനെ മോഡറേറ്റ് ചെയ്തു. വളരെ സമ്യക്കായ നിലയിൽ, വളരെ നിയന്ത്രിച്ച് എല്ലാ കാര്യങ്ങളും ഈ സെമിനാറിന് വേണ്ടി ചെയ്യുകയും ഈ സെമിനാറിനെ വളരെ അർത്ഥവത്താക്കി തീർക്കുന്നതിനും ബഹുമാനപ്പെട്ട ജേക്കബ് മാത്യു സാറിന് കഴിഞ്ഞു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
ബഹുമാനപ്പെട്ട ജേക്കബ് മാത്യു സാറിനോടുള്ളതായ നന്ദിയും അറിയിച്ചുകൊള്ളുന്നു. താങ്ക് യു സർ. ഈ പ്രോഗ്രാമിന്റെ എല്ലാം ചുക്കാൻ പിടിച്ച് ഇതിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ലൈറ്റ് ടു ലൈറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയിലിരിക്കുന്ന വിൽസൺ സാറാണ്. അദ്ദേഹം അമേരിക്കയിൽ ഇരുന്നുകൊണ്ടാണ് ഈ പ്രോഗ്രാമിനെ എല്ലാം നിയന്ത്രിക്കുകയും അതിനുവേണ്ട നേതൃത്വം നൽകുകയും ചെയ്യുന്നത്. അദ്ദേഹത്തോടുള്ളതായ നന്ദിയും ഈ അവസരത്തിൽ അറിയിച്ചു കൊള്ളുന്നു. ഇന്ന് ചർച്ചയിൽ പങ്കെടുത്ത നിരവധി ആളുകളുണ്ട്. വളരെ സമ്പുഷ്ടമായ ചോദ്യങ്ങൾ ഉന്നയിച്ചും വിഷയങ്ങൾ അവതരിപ്പിച്ചും ഈ സെമിനാറിനെ വളരെ അർത്ഥപൂർണമാക്കിയ എല്ലാ വ്യക്തികളോടും ഞാൻ ലൈറ്റ് ടു ലൈറ്റിന് വേണ്ടി നന്ദി അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട നിരവധി അച്ഛന്മാര്, സഭാ സെക്രട്ടറി ABT മാമനച്ചൻ ഒക്കെ ഈ സെമിനാറിൽ പങ്കെടുത്തു. അങ്ങനെയുള്ള ഈ പങ്കെടുത്ത മുഴുവൻ ഏകദേശം 62ഓളം അംഗങ്ങൾ ഇന്ന് സെമിനാറിൽ പങ്കെടുക്കുകയുണ്ടായി. എല്ലാവരോടുമുള്ളതായ നന്ദി അറിയിക്കുന്നു. ഒപ്പം തന്നെ ഈ ഫോറം ഒരുക്കി തന്നത് നെരൂൽ ഇടവകയിലെ ജോസ് മാത്യു സാറാണ്. സാറിനോടുള്ളതായ നന്ദിയും അറിയിച്ചു കൊള്ളുന്നു. ഈ സെമിനാറിന് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയവർ, തുടർന്നുള്ള പ്രാർത്ഥനയ്ക്കും ആശീർവാദത്തിനും നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ടവർ, എല്ലാവരോടുമുള്ളതായ ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഏവർക്കും ഇന്ത്യയിലുള്ളവർക്ക് ശുഭരാത്രിയും അമേരിക്കയിലുള്ളവർക്ക് സുപ്രഭാതവും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു അഡ്വക്കേറ്റ് റോയ് ഫിലിപ്പ്. ഈ സമയത്ത് നമ്മുടെ ക്ലോസിംഗ് പ്രയറിന് വേണ്ടി ഡെന്നി ഫിലിപ്പ് അച്ഛനെ ക്ഷണിക്കുന്നു. ഡെന്നി ഫിലിപ്പ് അച്ഛൻ്റെ പ്രാർത്ഥനയ്ക്ക് ശേഷം ആശീർവാദം പറയാനായിട്ട് രാജു അഞ്ചേരി അച്ഛനെയും ക്ഷണിക്കുന്നു. ഡെന്നി ഫിലിപ്പ്. പ്രിയപ്പെട്ട കർത്താവേ, നല്ല ദൈവമേ, നീ ചരിത്രത്തിലൂടെ പ്രവർത്തിക്കുകയും ചരിത്രത്തെ രൂപപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവമാകൊണ്ട് നന്ദിയോടെ സ്തോത്രം. ഈ ഭൂപ്രദേശത്ത് ഒരു ക്രിസ്തീയ സമൂഹമായി നീ ഞങ്ങളെ വിളിച്ച് ആക്കി. വ്യത്യസ്തമായ വഴികളിലൂടെ, ചരിത്ര വഴികളിലൂടെ ഞങ്ങളുടെ സമൂഹം സഞ്ചരിച്ചു. അതിനെപ്പറ്റിയൊക്കെ ഇന്നെ പഠിക്കുവാൻ, മനസ്സിലാക്കുവാനൊക്കെ ഞങ്ങളെ സഹായിച്ചത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ചരിത്രം ഞങ്ങളെ പഠിക്കുന്നത് ഞങ്ങളുടെ ഇന്നത്തെ ജീവിതവും ഇന്നത്തെ പ്രവർത്തനവും കൂടുതൽ സംഗതവും അർത്ഥപൂർണവുമാക്കി തീർക്കുന്നതിന് സഹായകരമായി തീരുവാൻ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ അനുഗ്രഹീതമായ ചർച്ചകൾ ഞങ്ങൾക്ക് ലഭിച്ചതോർത്ത്, ആശയങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചതോർത്ത് നന്ദിയോടെ സ്തോത്രം. അത് ഞങ്ങളുടെ കൂടുതലുള്ള അന്വേഷണത്തെ പ്രോത്സാഹിപ്പിക്കുന്നതായി തീരുവാൻ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ക്ലാസ്സിന് നേതൃത്വം നൽകിയതായ പശുപതായി സാറിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ മകന് കൊടുത്തിരിക്കുന്ന വളരെ അനുഗ്രഹീതമായ അനുഭവങ്ങൾക്കും കഴിവുകൾക്കുമായിട്ട് നന്ദിയോടെ സ്തോത്രം. നീ എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതല്ല, തുടർന്ന് ഞാൻ ഏറ്റവും ശ്രേഷ്ഠമായ വിധത്തിന്റെ മകനെ എടുത്ത് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സെമിനാറിന് വിവിധ രീതിയിൽ നേതൃത്വം നൽകിയവർ, ഇതിൽ സംബന്ധിച്ചവർ, ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് തങ്ങളുടെ സൗഹൃദവും ആശയങ്ങളും പങ്കുവെച്ചവർ, എല്ലാവർക്കായിട്ടും സ്തോത്രം. ഞങ്ങൾക്ക് തുടർന്നുള്ള ജീവിത അനുഭവങ്ങളിലൊക്കെ വളരെ കൃത്യതയോടും വ്യക്തതയോടും കൂടെ കർത്താവിനെ സാക്ഷിക്കുന്ന വിശ്വാസ ഉറപ്പുള്ളവരായി മുന്നോട്ട് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദയവുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ.